ഈ ടോക്ക് അല്ലെങ്കിൽ ഈ സംസാരത്തിന് ഒരുങ്ങുന്നതിന് മുൻപ് ഞാൻ എൻ്റെ ചെറിയ ഒരു നോട്ട് പാഡിൽ ഒരു 2-3 സെൻറ്റൻസുകൾ ഞാൻ എഴുതി വെച്ചു. അത് ഏകദേശം ഇങ്ങനെയായിരുന്നു: പ്രകൃതിക്ഷോഭങ്ങളും കൂട്ടമരണങ്ങളും മനുഷ്യ പലായനങ്ങളും വ്യാഴവട്ടങ്ങളിൽ ഒരിക്കൽ സംഭവിക്കുന്ന ആകസ്മിക ദുരന്തങ്ങളല്ല നമുക്കിന്ന്. ഭൗമാന്തരീക്ഷത്തിൻ്റെ ബലക്ഷയവും ആഗോളതാപനവും കാലാവസ്ഥാ വ്യതിയാനവുമൊക്കെ സിലബസുകളിൽ നിറങ്ങി വന്ന് ഇന്ന് പ്രളയവും പകർച്ചവ്യാധികളും വലിയ ഭൂകമ്പങ്ങളും ഒക്കെയായി കൂട്ടമരണങ്ങളായി ഇന്ന് നമ്മുടെ തൊടിയിലും നമ്മുടെ മുറ്റത്തും നമ്മുടെ സ്വീകരണ മുറിയിലും നമ്മുടെ കിടപ്പുമുറിയിലുമൊക്കെ ഇന്ന് നമ്മോടൊപ്പമുണ്ട്. എത്ര വേഗത്തിലാണ് നാം നമ്മുടെ തന്നെ ചെയ്തികളുടെ ഇരകളായി മാറുന്നത്. ഈ വാചകങ്ങൾ എഴുതി വെച്ചിട്ട് 1-2 ആഴ്ചയായി എന്നെനിക്ക് തോന്നുന്നു. അതിനുശേഷം നമ്മുടെ നാട്ടിൽ സംഭവിച്ച കാര്യങ്ങൾ നിങ്ങൾക്കറിയാം. ഒരു നാടൊന്നാകെ പ്രകൃതി ദുരന്തത്തിൻ്റെ പീഡനങ്ങൾ ഏറ്റുവാങ്ങുകയാണ്. പ്രകൃതി തകർത്തെറിഞ്ഞ ഗ്രാമങ്ങൾക്കും വീടുകൾക്കും മനുഷ്യജീവനുകൾക്കും മുകളിൽ നിന്ന് ഇന്ന് കേരളവും നമ്മുടെ നാടും മുഴുവൻ അവർക്ക് വേണ്ടി പ്രവർത്തിക്കുകയും പ്രാർത്ഥിക്കുകയും നഷ്ടപ്പെട്ടു പോയവരെ കാത്തിരിക്കുകയും ചെയ്യുന്നു. ദുരന്തങ്ങളൊന്നും ദൂരെയല്ല എന്ന് നമ്മളെ വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്തുന്നുണ്ട് ഇത്തരം ആകസ്മിക സംഭവങ്ങളൊക്കെ. നമുക്കറിയാം, പ്രപഞ്ചവും പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള ബന്ധം സാഹോദര്യത്തിൽ അധിഷ്ഠിതമാണ് എന്ന് നാം ഇത്ര നേരം കേട്ടിരിക്കുകയായിരുന്നു. എല്ലാവരും സഹോദരന്മാരാണ്. അസീസിയിലെ ഫ്രാൻസിസിൻ്റെ ദൈവശാസ്ത്രവും ജീവിതവും ഒക്കെ അതുതന്നെയായിരുന്നു. ഫ്രാൻസിസിന് ഒരു ദൈവശാസ്ത്രമുണ്ടോ എന്ന് ചോദിച്ചാൽ തന്നെ നമുക്ക് സംശയം തോന്നും. അത്തരമൊരു എഴുതപ്പെട്ട ദൈവശാസ്ത്രത്തിനനുസരിച്ചായിരുന്നില്ല അസീസിയിലെ ഫ്രാൻസിസ് ജീവിച്ചിരുന്നത്. അപകടകരമായി ജീവിച്ച ഒരു ക്രിസ്തു ശിഷ്യനാണ് ഫ്രാൻസിസ്. യേശുവിൻ്റെ സ്നേഹത്തിലും പിതാവിൻ്റെ അല്ലെങ്കിൽ ദൈവത്തോടുള്ള സ്നേഹത്തിലും ആ സ്നേഹം, യേശുവിനോടുള്ള സ്നേഹം, പ്രപഞ്ച സ്നേഹമെന്ന് അതിനെ പരാവർത്തനം ചെയ്തതാണ് ഫ്രാൻസിസിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ മഹത്വം. ഫ്രാൻസിസിൻ്റെ ആത്മീയതയൊക്കെ അതിന് പിന്നാലെ തനിയെ ഉണ്ടായി വന്നതാണ് എന്ന് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇവിടെ ശാസ്ത്രീയമായി പറഞ്ഞാൽ വലിയ ഒരു സത്യം ഇതിൻ്റെ പിന്നിൽ മറഞ്ഞിരിക്കുന്നുണ്ട്. നമുക്കറിയാം, ഏകദേശം 13.8 ബില്യൺ വർഷങ്ങൾക്ക് മുമ്പാണ് ഈ പ്രപഞ്ചം രൂപപ്പെട്ടതെന്ന് ശാസ്ത്രം പറയുന്നുണ്ട്. 13.8 ബില്യൺ എന്ന് പറഞ്ഞാൽ 1380 കോടി അല്ലെങ്കിൽ 1,38,000 ലക്ഷം വർഷങ്ങളാണ്. അത്രയും വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഏകത്വത്തിൽ നിന്നും, സയൻസിൽ പറയുന്ന സിംഗുലാരിറ്റി എന്ന് പറയും, അതിൽ നിന്നും ഒരു മഹാസ്ഫോടനത്തിലൂടെ പ്രപഞ്ചം രൂപപ്പെട്ടു എന്നാണ് ഫിസിക്സ് അല്ലെങ്കിൽ ശാസ്ത്രം പറയുന്നത്. ഈ ഏകത്വം എന്തായിരുന്നു, ഈ ഏകത്വത്തിന് മുമ്പ് എന്തായിരുന്നു എന്നുള്ള ശാസ്ത്രീയ ചോദ്യങ്ങളും വിശകലനങ്ങളും ഒക്കെയുണ്ട്. അതിലേക്ക് നമ്മൾ ഇപ്പോൾ കടക്കുന്നില്ല. കാരണം ഏകത്വം എന്നത്, സിംഗുലാരിറ്റി എന്നത് അനന്തമായ സ്ഥലകാലങ്ങളും അനന്തമായ ഊർജവും അളവുകളില്ലാത്ത സ്പേസും ഒരു ബിന്ദുവിൽ ഒരുമിച്ച് ചേർന്ന് അതിസാന്ദ്രമായ ആ അവസ്ഥയാണ് ഏകത്വം അല്ലെങ്കിൽ സിംഗുലാരിറ്റി എന്ന് സയൻസിൽ പറയുന്നത്. നമുക്കിതിനെ സിംഗുലാരിറ്റി എന്നോ ആദിമശൂന്യതയെന്നോ ഈശ്വരനെന്നോ ഒക്കെ നമുക്ക് വിളിക്കാം. അത് നമ്മുടെ വിശ്വാസങ്ങൾക്കും നമ്മുടെ താല്പര്യങ്ങൾക്കും നമ്മുടെ ചായ്വുകൾക്കും വിധേയമായിരിക്കും. നമുക്കതിനെ എന്ത് വേണമെങ്കിലും വിളിക്കാം. പക്ഷേ സയൻസ് പറയുന്നു, ഒരു മഹാസ്ഫോടനത്തിലൂടെ ഈ ഏകത്വത്തിൽ നിന്നും പൊട്ടിത്തെറിച്ച് ദൂരേക്ക് വലിച്ചെറിയപ്പെട്ടതല്ലാതെ ഒന്നും ഇന്ന് ഈ പ്രപഞ്ചത്തിലില്ല. ഈ ഒരു മഹാജ്ഞാനമാണ്, അല്ലെങ്കിൽ ഈ മഹാജ്ഞാനത്തെക്കാൾ വലിയ അറിവൊന്നും നമ്മുടെ പ്രപഞ്ചത്തിലില്ല. ഒരു ബിന്ദുവിൽ നിന്നും ഒരു ബിന്ദുവിൽ നിന്നും പൊട്ടിത്തെറിച്ച് അകന്നു പോയവരാണെല്ലാം. അതായത് മഹാസ്ഫോടനം അല്ലെങ്കിൽ ബിഗ് ബാങ് എന്നൊക്കെ ശാസ്ത്രത്തിൽ പറയുന്ന ആ പ്രതിഭാസത്തിന് ശേഷം ആദ്യത്തെ ചില നിമിഷങ്ങളിൽ ഹൈഡ്രജനും ഹീലിയവും ഒക്കെ അടക്കമുള്ള മൂലകങ്ങൾ രൂപപ്പെട്ടു വന്നു എന്ന് പറയുന്നു. അതിനുശേഷം കാലാന്തരത്തിൽ മറ്റ് മൂലകങ്ങളുണ്ടായി.
അവയുടെ ആറ്റങ്ങൾ കൂടിച്ചേർന്ന് തന്മാത്രകളുണ്ടായി, സംയുക്തങ്ങളുണ്ടായി. പിന്നീട് അനേക കോടി വർഷങ്ങളുടെ പ്രവർത്തന ഫലമായി ഇവിടെ പ്രപഞ്ചം ഖരരൂപം കൈക്കൊള്ളുന്നുണ്ട്, പൊടിപടലങ്ങളായിട്ട്. ഈ പൊടിപടലങ്ങൾ കൂടിച്ചേർന്ന് വലിയ പ്രപഞ്ച വസ്തുക്കൾ ഉണ്ടാവുന്നുണ്ട്, ഖരവസ്തുക്കൾ ഉണ്ടാവുന്നുണ്ട്. അതിനുശേഷം ഗോളങ്ങൾ, സൗരയൂഥങ്ങൾ, ഗാലക്സികൾ, അങ്ങനെ ഈ പ്രപഞ്ചം, അല്ലെങ്കിൽ ഇന്ന് ഏറ്റവും പുതിയ കാലത്തെ സയൻസ് പറയുന്നത് പോലെ അനേകം സമാന്തര പ്രപഞ്ചങ്ങൾ. ഒരു വലിയ ആൾക്കൂട്ടത്തിൽ ഒരുമിച്ച് നടക്കുമ്പോൾ സ്വന്തം അമ്മയുടെയോ അച്ഛൻ്റെയോ കൈവിരൽ തുമ്പ് പിടിച്ച് നടക്കുന്ന ഒരു കുട്ടി, ആ കൈവിരൽ തുമ്പ് തനിക്ക് നഷ്ടമായാൽ ആ കുട്ടി എന്തു ചെയ്യും? ആ ആൾക്കൂട്ടത്തിൽ അലറി വിളിച്ച് തനിക്ക് നഷ്ടപ്പെട്ടു പോയ അച്ഛൻ്റെയോ അമ്മയുടെയോ കൈവിരൽ തുമ്പിലേക്ക് മടങ്ങിപ്പോവാനല്ലാതെ ആ കുട്ടിക്ക് പിന്നീടൊന്നും ചെയ്യാനില്ല. ഒരു ആദിമ ബിന്ദുവിൽ നിന്നും രൂപപ്പെട്ടു വന്ന നാം എല്ലാം സഹോദരങ്ങളല്ലെങ്കിൽ പിന്നെ ആരാണ്? ഒരു ആദിമ ബിന്ദുവിൽ നിന്നും പൊട്ടിത്തെറിച്ച് ദൂരേക്ക് അകന്നുപോയ നാം എല്ലാം നമ്മളൊഴികെ മറ്റുള്ളതെല്ലാം നമ്മുടെ അപൂർണതയല്ലെങ്കിൽ, അവയെ കണ്ടെത്തുന്നത് വരെ നമ്മുടെ അപൂർണതയല്ലെങ്കിൽ, അവയെ കണ്ടെത്തിയതിന് ശേഷം അവ അല്ലെങ്കിൽ അത് അല്ലെങ്കിൽ ആ വ്യക്തി നമ്മുടെ പൂർണ്ണതയുടെ മറുപാതി അല്ലെങ്കിൽ പിന്നെ എന്താണ്? അതുകൊണ്ട് തന്നെ നാം എല്ലാം സഹോദരന്മാരാണ് എന്ന് യേശുവചനവും ബൈബിളിൽ പറയുന്ന കാര്യങ്ങളും ഫ്രാൻസിസിൻ്റെ ജീവിതം ഉടനീളം അദ്ദേഹം പ്രവൃത്തിയിലും വാക്കുകളിലൂടെ പറഞ്ഞതും അൽഫോൻസാമ്മ ജീവിച്ചു കാണിച്ചതും ഒക്കെ ശാസ്ത്രീയമായും ഒക്കെ ശരിയായിരുന്നില്ലേ? ഒരു വിശ്വസാഹോദര്യത്തിൽ പരസ്പരം ബന്ധപ്പെടാത്തത് എന്താണ് നമുക്ക് ഈ ലോകത്തിലുള്ളത്? പ്രപഞ്ചോൽപ്പത്തിക്ക് ശേഷം ശാസ്ത്രം വീണ്ടും പറയുന്നുണ്ട്, അനേക കോടി വർഷങ്ങളോളം ഈ പ്രപഞ്ചം ശൂന്യമായിരുന്നു, ഒന്നും ഉണ്ടായിരുന്നില്ല. അനേക കോടി വർഷങ്ങൾ, ഏകദേശം 4.6 ബില്യൺ വർഷങ്ങൾക്ക് മുമ്പ് മറ്റനേകം നക്ഷത്രങ്ങളുടെ പിന്തുടർച്ചയായി സൂര്യൻ രൂപപ്പെട്ടു വന്നു എന്ന് പറയുന്നു, ശാസ്ത്രം പറയുന്നു. സൂര്യൻ്റെ രൂപപ്പെടലിനോടൊപ്പം രൂപപ്പെട്ടു വന്ന സൗര നെബുലയിൽ നിന്നും 4.54 ബില്യൺ വർഷങ്ങൾക്ക് മുമ്പ്, 454 കോടി വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയുണ്ടായി. ഈ മഹാപ്രപഞ്ചത്തിൽ ഒരു ക്ഷീരപഥത്തിൽ, ഒരു സൗരയൂഥത്തിൽ ഒരു പൊട്ടുപോലെ 3000 ഡിഗ്രി സെൽഷ്യസിൽ തിളച്ചു മറിയുന്ന കത്തിജ്വലിക്കുന്ന ഒരു ഗോളമായാണ് നമ്മുടെ ഈ ഭൂമി പിറവിയെടുത്തത്. വീണ്ടും 50 കോടി വർഷങ്ങളിലൂടെയാണ് ഈ കത്തിജ്വലിച്ചു കൊണ്ടിരുന്ന ഈ ഗോളം ഖരരൂപത്തിലേക്കും ദ്രാവക രൂപത്തിലേക്കും അല്ലെങ്കിൽ ദ്രവരൂപത്തിലേക്കും സ്വാസ്ഥ്യപ്പെടുന്നത്. 50 കോടി വർഷങ്ങൾ. അതിനുശേഷം ഈ പ്രപഞ്ചത്തിൽ എവിടെയോ ഏകകോശ ജീവിയായി ജീവൻ പിറവിയെടുക്കുന്നുണ്ട്. പിന്നീട് വീണ്ടും അനേകം കോടി വർഷങ്ങളുടെ നിരന്തര പ്രക്രിയയിലൂടെ ഈ ഭൂമിയിൽ അനേകം വസ്തുക്കൾ, ജലമുണ്ടാവുന്നു, ജലജീവികളുണ്ടാവുന്നു, പിന്നീട് വൃക്ഷങ്ങളുണ്ടാവുന്നു, കാടുകളുണ്ടാവുന്നു, മറ്റു ജീവികളുണ്ടാവുന്നു. നമുക്കറിയാം ഈ ഭൂമിയിൽ സംഭവിച്ച ജൈവ വ്യതിയാനങ്ങളും ജൈവ മാറ്റങ്ങളും ഒക്കെ ഒരു ശാസ്ത്രത്തിനും ഇന്നും വിശദീകരിക്കാൻ പറ്റാത്ത അത്രയും അത്ഭുതകരമായ ജീവരൂപങ്ങൾ ഈ ഭൂമിയിൽ പിറവിയെടുത്തിട്ടുണ്ട്. പലതും നശിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. വെന്തുരുകിയും തിളച്ചുമറിഞ്ഞും വീണ്ടും തണുത്തുറഞ്ഞും സ്വാസ്ഥ്യപ്പെട്ടും ഒക്കെയാണ് നമ്മുടെ ഭൂമി ഇത്രയും ഈ 4.54 ബില്യൺ വർഷങ്ങളും ഇവിടെ നിലനിന്നത്. പക്ഷെ നമുക്കറിയാം ഭൂമിയിലെ അനേക ജീവരൂപങ്ങൾ ഉണ്ടാവുകയും തുടച്ചു നീക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഡൈനോസോറുകൾ ഇന്നില്ല. ഡൈനോസോറുകൾ കോടിക്കണക്കിന് ലക്ഷക്കണക്കിന് വർഷങ്ങൾ ഈ ഭൂമിയിൽ അടക്കി ഭരിച്ചിരുന്ന ഡൈനോസോറുകൾ ഇന്നില്ല. മനുഷ്യൻ്റെ ആദ്യ രൂപം തന്നെ ഏകദേശം 4.5 ലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് മനുഷ്യൻ്റെ ആദ്യ മാതാപിതാക്കന്മാരെന്ന് പറയുന്ന നിയാണ്ടർതാലുകൾ ഈ ഭൂമിയിലുണ്ടായിട്ടുണ്ട്. അതിനും 20 വർഷങ്ങൾ മുമ്പ് മനുഷ്യൻ്റെ ഏറ്റവും പ്രിമിറ്റീവ് ഫോം എന്ന് വിളിക്കാവുന്ന ഹോമോ ഹാബിലിസുകൾ നമ്മുടെ ഭൂമിയിലുണ്ടായിരുന്നു. ഹോമോ ഹാബിലിസുകൾ ഇന്നില്ല. നിയാണ്ടർതാലുകൾ ഇന്നില്ല. 4.5 ലക്ഷം മുതൽ 60,000 വർഷം വരുന്ന ഒരു വലിയ ടൈം സ്പാനിനുള്ളിൽ ഭൂമിയിലുണ്ടായിരുന്ന നിയാണ്ടർതാൽ എന്ന് പറയുന്ന ജീവരൂപം, മനുഷ്യൻ്റെ ആദ്യ രൂപം ഇന്നില്ല. ആധുനിക മനുഷ്യനേക്കാളും തലച്ചോറിന് വലിപ്പമുണ്ടായിരുന്ന, ആധുനിക മനുഷ്യൻ്റെ എത്രയോ ഇരട്ടി പേശീബലമുണ്ടായിരുന്ന, ശക്തനായിരുന്ന നിയാണ്ടർതാലുകളുടെ അംശങ്ങളൊന്നും ഇന്ന് ഭൂമിയിലില്ല.
ആൻഡമാൻ നിക്കോബാർ ദ്വീപിനടുത്തുള്ള ഒരു സെൻറ്റിനൽ ദ്വീപ് എന്ന് പറയുന്ന ദുരൂഹമായ ഒരു ദ്വീപിൽ കുറേ മനുഷ്യരൂപങ്ങൾ ജീവിച്ചിരിക്കുന്നു എന്ന് മാത്രം നമുക്കറിയാം. അത് നിയാണ്ടർത്താലുകളാണോ എന്ന് പഠിക്കാനുള്ള സാധ്യതകൾ പോലും അവശേഷിക്കുന്നില്ല. 400-ൽ താഴെ മനുഷ്യർ മാത്രം ആ ദ്വീപിൽ ഇന്നും ദുരൂഹമായി ആരാലും അറിയപ്പെടാതെ ആർക്കും കടന്നു ചെല്ലാനാവാതെ അവിടെ ജീവിക്കുന്നുണ്ട്. നമ്മുടെ ഭൂമി എത്ര മാത്രം മാറിയിരിക്കുന്നു. പുതിയ ജൈവരൂപങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട്. പഴയതിനെ പലതിനെ തുടച്ചു നീക്കിയിട്ടുണ്ട്. അതിന് തെളിവാണ് ഹോമോ ഹാബിലിസുകൾ നഷ്ടപ്പെട്ടു പോയത്. 20 ലക്ഷം വർഷങ്ങൾ ജീവിച്ചിരുന്നു അവർ. 4.5 ലക്ഷം വർഷം ജീവിച്ചിരുന്ന നിയാണ്ടർത്താലുകളില്ല. നമ്മുടെ ആധുനിക മനുഷ്യൻ്റെ ഈ ഭൂമിയിലുള്ള ജീവൻ്റെ നീളം ഏകദേശം 3 ലക്ഷം വർഷങ്ങൾ മാത്രമാണ്. 3 ലക്ഷം, അതായത് 1,38,000 ലക്ഷം വർഷങ്ങളുടെ പഴക്കമുള്ള ഈ പ്രപഞ്ചത്തിൽ 454 കോടി വർഷങ്ങളുള്ള ഈ ഭൂമിയിൽ 3 ലക്ഷം വർഷങ്ങളുടെ നീളം മാത്രമേ മനുഷ്യൻ്റെ വാഴ്വിനുള്ളൂ. അതുകൊണ്ട് നമ്മുടെ ജീവിതവും ജീവനും ഈ ഭൂമിയിൽ നിന്നും തുടച്ചു നീക്കുക എന്നത് ഈ പ്രകൃതിക്കോ ഭൂമിക്കോ ദുഷ്കരമായ ഒരു കാര്യമേ അല്ല. അവിടെയാണ് നമ്മൾ എന്തുകൊണ്ട് ഭൂമിയിലേക്ക് മടങ്ങണം, എന്തുകൊണ്ട് പ്രകൃതിയിലേക്ക് മടങ്ങണം എന്നുള്ള സൈദ്ധാന്തികമല്ലാത്ത ചോദ്യം നമ്മുടെ മുമ്പിൽ വരുന്നത്. 1960-കളിലും 70-കളിലും ഒക്കെ പെട്ടെന്ന് ഉയർന്നു വന്ന ചില ടെർമിനോളജി, ചില ടേംസ് ഉണ്ട്. എക്കോ സ്പിരിച്വാലിറ്റി, എക്കോ തിയോളജി, എക്കോ ഫെമിനിസം എന്നൊക്കെ പുതിയ വാക്കുകൾ 1960-കളിലും 70-കളിലും പോപ്പുലർ ആവുന്നുണ്ട്. 50-60 വർഷങ്ങളേ ആയുള്ളൂ നാം അത്തരമൊരു ചിന്തയിലേക്ക് ആധുനിക മനുഷ്യൻ കടന്നു ചെന്നിട്ട് എന്നർത്ഥം. എന്തുകൊണ്ടാണ് നമ്മളതിനെപ്പറ്റി ചിന്തിക്കാൻ ആരംഭിച്ചത്? നമ്മുടെ ഈ ഭൂമിയിലെ വാഴ്വിൻ്റെ അവസാന രംഗത്തേക്ക് നമ്മൾ ഒരുപാട് നാടകങ്ങൾ ആടിയ ഈ ഭൂമിയിൽ ഇന്ന് നമ്മൾ ചെയ്യുന്ന ഈ നാടകത്തിൽ നമ്മുടെ പങ്ക് അവസാനിക്കാറായി എന്ന് മനുഷ്യൻ ഭയപ്പെട്ടു തുടങ്ങിയതുകൊണ്ടാണ്. മനുഷ്യകുലമെല്ലാം എന്തെങ്കിലും പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ നശിച്ചു പോകുമ്പോൾ നല്ല ഈ പറയുന്നതിനർത്ഥം. പക്ഷേ പ്രകൃതിയിലേക്ക് മടങ്ങാതെ നമുക്കൊരിക്കലും ഈ ഭൂമിയിൽ അതിജീവിക്കാനാവില്ല എന്നുള്ളൊരു സത്യം മനുഷ്യൻ മനസ്സിലാക്കി ആ പ്രവർത്തനത്തിലേക്ക് നമ്മൾ സാവധാനം ചുവടുവെച്ച് തുടങ്ങിയിട്ട് 50-60 വർഷങ്ങളേ ആയുള്ളൂ. പക്ഷേ അതിശയകരമായ കാര്യം, ഇത്തരമൊരു അക്കാഡമിക് പഠനങ്ങൾക്കോ അല്ലെങ്കിൽ ചില രാജ്യങ്ങൾ കൂടിച്ചേർന്ന് അല്ലെങ്കിൽ UNO രാജ്യങ്ങൾ കൂടിച്ചേർന്നിരുന്ന് ഉണ്ടാക്കുന്ന ഒരു രൂപരേഖയ്ക്കോ ഭൂമിയെ രക്ഷിക്കാനാവില്ല. കാരണം നാം മനസ്സിലാക്കുന്ന സ്കെയിലിലല്ല ഈ ഭൂമിയിലെ ജൈവരൂപങ്ങളുടെ വൈവിധ്യത. ഈ ഓരോ ജീവരൂപങ്ങളെയും ഭൂമി സംരക്ഷിക്കുന്നതും നശിപ്പിക്കുന്നതുമൊക്കെ വ്യത്യസ്ത രീതിയിലാണ്. മനുഷ്യന് വേണ്ടി ഒരു ആയുധം ഉണ്ടാവുന്നുണ്ടെങ്കിൽ അത് എന്തായിരിക്കുമെന്ന് നമുക്ക് ഇനിയും അറിയില്ല. വൈറസുകളെപ്പറ്റി നമ്മൾ അടുത്ത കാലത്ത് കൂടുതൽ ബോധവാന്മാരാണ്. പക്ഷേ മനുഷ്യൻ്റെ നിലനിൽപ്പിനെ പറ്റി അതിനൊരു ചോദ്യചിഹ്നമുണ്ടെങ്കിൽ അത് എന്തായിരിക്കുമെന്ന് നമുക്കറിയില്ല. അങ്ങനെ ശാസ്ത്രം വ്യക്തമായ ഉത്തരങ്ങൾ തരാത്ത ഒരുപാട് വിഷയങ്ങൾ നമ്മുടെ മുമ്പിൽ, നമ്മുടെ നിലനിൽപ്പിന് ചോദ്യചിഹ്നമായി തന്നെ നമ്മുടെ മുമ്പിൽ നിന്ന് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഏകദേശം 800 വർഷങ്ങൾക്ക് മുമ്പ് ഒരു ചെറുപ്പക്കാരൻ, ഒരു കുട്ടി അസീസിയിലെ തെരുവുകളിലൂടെ നടന്ന് വിളിച്ചു പറയുന്നു, സഹോദരൻ ഉറുമ്പേ, സഹോദരി പക്ഷി, സഹോദരൻ സൂര്യൻ, സഹോദരി ചന്ദ്രൻ എന്നൊക്കെ അദ്ദേഹം പ്രപഞ്ചശക്തികളെയും പ്രപഞ്ചത്തിലെ ജീവജാലങ്ങളെയും അചേതന വസ്തുക്കളെയും ഒക്കെ അദ്ദേഹം അഭിസംബോധന ചെയ്യുന്നു. ഭൂമിയുടെ നിലനിൽപ്പിനും മനുഷ്യവർഗത്തിൻ്റെ നിലനിൽപ്പിനും ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ: സാഹോദര്യത്തിൽ അധിഷ്ഠിതമായ ഒരു പാരിസ്ഥിതിക വിജ്ഞാനം. അല്ലെങ്കിൽ അത്തരമൊരു പ്രകാശത്തിലേക്ക് വീണ്ടും ജ്ഞാനസ്നാനപ്പെടാതെ, ആ ജ്ഞാനസ്നാനങ്ങളിൽ സ്വയം നനയാതെ നമ്മുടെ ശരീരത്തിലെ അഹന്തയുടെയും ഭൂമിയുടെ അധിപതിയാണ് എന്ന നമ്മുടെ ഭാവവും നമ്മിൽ നിന്ന് കഴുകിക്കളയാനാവില്ല. എബ്രാഹിമിക് മതങ്ങൾ നമ്മുടെ ഭൂമിയിൽ കൂടുതൽ പ്രബലമായി വരുന്ന കാലത്താണ് യഹോവയെ എല്ലാ പ്രപഞ്ചങ്ങളുടെയും ഭൂമിയുടെ അധിപതിയായ പിതാവ് എന്ന ഒരു സങ്കല്പത്തിൽ പ്രതിഷ്ഠിക്കപ്പെടുന്നത്. അതുവരെ പ്രാചീനമായിട്ടുള്ള പല മതങ്ങളും മതവിശ്വാസങ്ങളും നമ്മുടെ ഈ ഭൂമിയിലുണ്ടായിരുന്നു. പ്രാചീന മതങ്ങളെ നമ്മൾ പിന്നീട് ക്രിസ്ത്യാനിറ്റി കൂടുതൽ പ്രാധാന്യം നേടിയ രാജ്യങ്ങളിലും തത്വശാസ്ത്രങ്ങളിലും പേഗനിസം എന്നാണ് നമ്മൾ വിളിച്ചത്. മെസോപ്പൊട്ടേമിയൻ സുമേറിയൻ സംസ്കാരത്തിൽ നിന്ന് ഉയർന്ന മതങ്ങളുണ്ട്, സ്വരാഷ്ട്രീയൻ മതങ്ങളുണ്ട്, ഗ്രീക്ക് മിത്തോളജി എന്ന് നമ്മൾ എന്ന് പറയുന്ന ഗ്രീക്ക് ജീവിത രീതികളുണ്ട്, റോമൻ ജീവിത രീതികളുണ്ട്, ചൈനീസ് ജാപ്പനീസ് ജീവിത രീതികളുണ്ട്, അല്ലെങ്കിൽ അതിൽ നിന്ന് ഉരുവായ മതവിശ്വാസങ്ങളുണ്ട്. എന്തിനേറെ നമ്മുടെ പ്രാചീനമായ ഭാരതീയ സംസ്കാരമുണ്ട്, വേദകാലം എന്നൊക്കെ പറയുന്ന പ്രാചീന സംസ്കാരമുണ്ട്.
ഈ സംസ്കാരങ്ങളെല്ലാം നമ്മൾ പിന്നോട്ട് പോയാൽ കഴിഞ്ഞ 7000 വർഷങ്ങൾക്ക് അപ്പുറത്തേക്ക് നമുക്ക് വെളിച്ചം വീണ് കിട്ടുന്നില്ല. 7000 വർഷങ്ങൾ കൊണ്ട് തീരും നൈൽ നദീതട സംസ്കാരവും സിന്ധു നദീതട സംസ്കാരവും നമ്മുടെ ആർഷഭാരത സംസ്കാരവും സുമേറിയൻ സംസ്കാരവും ഒക്കെ റോമൻ സംസ്കാരവും ഒക്കെ നമുക്ക് പിന്നിൽ 7000 വർഷങ്ങൾ. അതിനു മുമ്പ് എന്തായിരുന്നു നമുക്കറിയില്ല. ഈ 7000 വർഷങ്ങളിലൊക്കെ പ്രകൃതിയെയും പ്രപഞ്ചത്തെയും പ്രപഞ്ചശക്തികളെയും നദികളെയും പർവ്വതങ്ങളെയും കാറ്റിനെയും സൂര്യനെയും ചന്ദ്രനെയും പ്രകാശത്തെയും ഒക്കെ ദേവതാരൂപത്തിൽ സങ്കല്പിച്ച് ദേവതാരൂപത്തിൽ പ്രതിഷ്ഠിച്ച് ദൈവരൂപത്തിൽ ആരാധിച്ചിരുന്ന മനുഷ്യരുടെ കൂട്ടങ്ങളായിരുന്നു. ബഹുദൈവ വിശ്വാസികളും ബഹുദേവതാ സങ്കല്പത്തിൽ വിശ്വസിക്കുന്നവരുമായിരുന്നു ഈ പ്രാചീന മതങ്ങളൊക്കെ. അതിൽ ചില നന്മകളുണ്ടായിരുന്നത് അത് പ്രകൃതിയെ അല്ലെങ്കിൽ പ്രകൃതി ശക്തികളെ ദേവതകളായി സങ്കല്പിക്കുകയും ഈ ഈശ്വരാംശത്തിൻ്റെ പ്രപഞ്ചത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഈശ്വരാംശത്തിൻ്റെ ഭാഗമാണ് അവരെന്ന ആനിമിസം, ആ ആനിമിസത്തിൽ വിശ്വസിക്കുകയും ചെയ്തിരുന്ന മതങ്ങളായിരുന്നു അവയൊക്കെ. ഒരുപാട് കുറവുകൾ നമുക്ക് അവർക്ക് പറയുവാനുണ്ട്. ബഹുദൈവ വിശ്വാസമാണ് നമ്മുടെ കണ്ണിൽ അവർക്കുള്ള ഏറ്റവും വലിയ കുറവ്. പക്ഷേ അവർ പ്രകൃതിയെ സ്നേഹിച്ചിരുന്നു, പ്രകൃതിയെ ആരാധിച്ചിരുന്നു, ഭയപ്പെട്ടിരുന്നു. ഒരുപക്ഷെ ഭയത്തിൽ നിന്നുള്ളവായ സ്നേഹവും ആരാധനയും ആയിരുന്നിരിക്കാം അത്. എങ്കിലും പ്രകൃതിയോട് ഇണങ്ങിച്ചേർന്ന് പ്രകൃതിയോടൊപ്പം ജീവിച്ചിരുന്നു. പക്ഷേ നമ്മുടെ സെമറ്റിക് മതങ്ങൾ കൂടുതൽ പ്രാധാന്യത്തോടുകൂടി ഭൂമിയിൽ വളരുകയും ബഹുദൈവ സങ്കല്പത്തെ പേഗനിസം എന്ന് നമ്മളതിനെ തള്ളിക്കളയുകയും ചെയ്ത് ബൈബിളിൽ ദൈവം പിതാക്കന്മാർക്ക് കൊടുത്ത ചില കൽപ്പനകൾ, ആദത്തിനും അവൻ്റെ സന്തതികൾക്കും കൊടുത്ത കൽപ്പനകളെന്ന് നമ്മൾ ബൈബിളിൽ വായിക്കുന്ന കാര്യങ്ങളുണ്ട്. അവിടെ പറയുന്നത് നീ ഭൂമിയിൽ അധിവസിച്ച് ഭൂമിയെ നീ സ്വന്തമാക്കി ഭൂമിയിൽ അധിവസിക്കുക. അത്തരം കൽപ്പനകളെ തെറ്റിദ്ധരിച്ച് മനുഷ്യൻ ഒരു പരിധിവരെ തെറ്റിദ്ധരിച്ചു എന്ന് വേണമെങ്കിൽ മനസ്സിലാക്കാം. സംരക്ഷിക്കാനും നായകസ്ഥാനത്തിരുന്ന് സംരക്ഷിക്കാനുള്ള വലിയ നിയോഗത്തെ നമ്മൾ ഭൂമി അടക്കി ഭരിച്ച് ഭൂമിയിൽ എന്തും ചെയ്യാനുള്ള നമ്മുടെ അനുവാദമെന്ന് നമ്മൾ തെറ്റിദ്ധരിച്ചു. ആ തെറ്റിദ്ധാരണയിൽ നിന്നാണ് വലിയ തോതിലുള്ള പ്രകൃതി ചൂഷണത്തിലേക്ക് നമ്മൾ പിന്തിരിഞ്ഞത്. കഴിഞ്ഞ 200 വർഷങ്ങൾ കൊണ്ട്, വ്യവസായ വിപ്ലവത്തിന് ശേഷമുള്ള 200 വർഷങ്ങൾ കൊണ്ട് കോടിക്കണക്കിന് വർഷങ്ങൾ ഈ ഭൂമിയിൽ നടക്കേണ്ട സ്വാഭാവികമായ ചാക്രിക മാറ്റങ്ങൾക്ക് ഭൂമി വിധേയമായിട്ടുണ്ട്. ഭൂമിയിലെ അന്തരീക്ഷവും ഭൂമിയിലെ കാലാവസ്ഥയും നമ്മൾ ഇന്ന് കാണുന്ന പോലെ ആയിരുന്നില്ല ഒരിക്കലും. മുമ്പും ഭൂമി ചുട്ടുപൊള്ളിയിട്ടുണ്ട്, ഭൂമി തണുത്തുറഞ്ഞിട്ടുണ്ട്, വലിയ സംഘർഷങ്ങൾ ഭൂമിയുടെ അന്തരീക്ഷത്തിൽ സംഭവിച്ചിട്ടുണ്ട്. ജീവൻ മുഴുവൻ തുടച്ചു നീക്കപ്പെട്ടിട്ടുണ്ട്. ഞാൻ മുമ്പ് പറഞ്ഞു, ദിനോസോറുകളുടെ ഒരു വലിയ കാലം, ഭൂമി മുഴുവൻ മതിച്ച് പുളച്ച് നടന്നിരുന്ന ആ ഭീമാകാരങ്ങളായ ജീവികൾ മുഴുവൻ ഇല്ലാതായിപ്പോയി കുറേ കാലങ്ങളുടെ ഇടവേളകളിൽ. പിന്നീട് പല രൂപങ്ങളും ഇതുപോലെ ആവിർഭവിക്കുകയും ഇല്ലാതാവുകയും ചെയ്തിട്ടുണ്ട്, മനുഷ്യൻ്റെ ആദിമ രൂപങ്ങളായ നിയാൻഡർതാളുകളൊക്കെ അടക്കം. ഈ പ്രക്രിയ പണ്ട് മുതലേയുണ്ട്, ഭൂമിയുടെ ആരംഭം മുതലേ ഭൂമിയിലുണ്ട്. പക്ഷേ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവിനെയൊക്കെ സ്വാധീനിക്കുന്ന രീതിയിലാണ് ഈ മാറ്റങ്ങൾ നടക്കുന്നത്. ഞാനതിൻ്റെ ശാസ്ത്രത്തിലേക്ക് കടക്കുന്നില്ല. ഇന്ന് ഉണ്ടായിരുന്നതിനേക്കാൾ 15 ഇരട്ടി കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് കൂടുതലുണ്ടായിരുന്ന കാലം ഭൂമിയിലുണ്ട്. 15 ഇരട്ടി. അന്ന് 7 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു ഇന്നത്തേക്കാൾ ഈ ഭൂമിയിലുള്ള താപനിലയിലുള്ള വർധന. അതാണ് ഡിനോസോറുകളുടെയൊക്കെ കാലം. ഇന്നുണ്ടായിരുന്നതിൻ്റെ പകുതി മാത്രം കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവുണ്ടായിരുന്ന കാലവും ഉണ്ടായിരുന്നു. അതിനെ നമ്മൾ ഐസേജ് എന്ന് വിളിക്കും. അതായത് കാലാവസ്ഥ മാറ്റങ്ങളും കാലാവസ്ഥ വ്യതിയാനങ്ങളും നമ്മൾ വിളിക്കുന്ന ആഗോള താപനവും ഒന്നും ഭൂമിയിൽ പുതിയതല്ല. അത് നമ്മൾ പറയുന്ന പോലെ ഏതെങ്കിലും കർഷകൻ്റെ കൃഷിയുടെ ഫലമായിട്ടുണ്ടാകുന്നത് മാത്രമല്ല. അത്തരം അതിനെ ട്രിഗർ ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ടാവാം. പക്ഷേ ഇതൊന്നും ഭൂമിയിൽ സംഭവിക്കുന്നത് ചില മാനുഷിക പ്രക്രിയകൾ കൊണ്ട് മാത്രമല്ല. ഭൂമിയിൽ സ്വാഭാവികമായും സംഭവിക്കുന്ന ചില ചാക്രിക മാറ്റങ്ങൾ ആദിമകാലം മുതലേ ഭൂമിയിലുണ്ടായിരുന്നു. പക്ഷേ കോടിക്കണക്കിന് വർഷങ്ങൾ അല്ലെങ്കിൽ ദശലക്ഷക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് സംഭവിക്കുന്ന ഇത്തരം മാറ്റങ്ങൾ, അതിന് സമാനമായ അളവ് മാറ്റങ്ങൾ കഴിഞ്ഞ 200 വർഷങ്ങൾ കൊണ്ട് നമ്മുടെ ഭൂമിയിൽ സംഭവിച്ചു എന്നുള്ളിടത്താണ് നമ്മുടെ ചെയ്തികളുടെ കാഠിന്യവും ഒരുപക്ഷെ അതിൽ മറഞ്ഞിരിക്കുന്ന പാപവും വെളിപ്പെടുന്നത്. 200 വർഷങ്ങൾ, 1780 മുതൽ 1820 വരെയൊക്കെയുള്ള ഒരു കാലഘട്ടത്താണ് വ്യാവസായിക വിപ്ലവം നടക്കുന്നത്. വ്യാവസായിക വിപ്ലവത്തിന് ശേഷമുള്ള 200 വർഷം എന്ന് പറയുന്നത് ഭൂമിയിൽ നടന്ന ചാക്രിക മാറ്റങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് തുല്യമാണ്. നമ്മുടെ കോൺട്രിബ്യൂഷനാണത്. നമ്മുടെ സൗകര്യങ്ങൾക്ക് വേണ്ടി വികസനത്തെ നമ്മൾ തെറ്റായി മനസ്സിലാക്കുന്നത് കൊണ്ട് അല്ലെങ്കിൽ മനസ്സിലാക്കിയത് കൊണ്ട് കാർബൺ എമിഷൻ രാജ്യങ്ങൾ തമ്മിൽ ഉള്ള ഒരു രാഷ്ട്രീയ പ്രശ്നമാണെന്ന് ചിന്തിച്ചു പോയതുകൊണ്ട് കാർബൺ എമിഷൻ്റെ കുറവുകൾ വിറ്റ് അത് പണമാക്കി മാറ്റാമെന്നൊക്കെയുള്ള രസകരമായ
ചില ചിന്താരീതികൾ നമ്മുടെ ലോകരാജ്യങ്ങളുടെ നേതൃത്വത്തിൽ തന്നെ വളർന്നു വന്നതുകൊണ്ടൊക്കെ സംഭവിച്ച മാറ്റങ്ങളുണ്ട്. ഈ മാറ്റങ്ങൾക്ക് നമുക്ക് പരിഹാരം ഏതെങ്കിലും വട്ടമേശ ചർച്ചകളോ സ്റ്റഡി ക്ലാസ്സുകളോ അല്ല. 1960 ശേഷം അനേകം ക്ലാസ്സുകൾ നടന്നു. അനേകം ലോകരാഷ്ട്രങ്ങളുടെ അനേകം സമ്മേളനങ്ങൾ പല രാജ്യങ്ങളിൽ വെച്ച് നടന്നു. കോപ്പൻഹേഗൻ ചർച്ചകളും ക്യോട്ടോ ഉടമ്പടിയും ഒക്കെ നിങ്ങളും കേട്ടിട്ടുണ്ടായിരിക്കും, പാരീസ് ഉടമ്പടിയും ഒക്കെ. ഈ ഒരു ചർച്ചയ്ക്ക് നമ്മുടെ ഭൂമിയെ രക്ഷിക്കാനായിട്ടില്ല. അവിടെയാണ് ഫ്രാൻസിസിൻ്റെയും അല്ലെങ്കിൽ യേശു സ്നേഹത്തിൽ അധിഷ്ഠിതമായ, യേശുവിൻ്റെ പഠനങ്ങളിൽ അധിഷ്ഠിതമായ ഫ്രാൻസിസിൻ്റെ നിലപാടുകൾ. ഫ്രാൻസിസ് വലിയ ദൈവശാസ്ത്രം ഒന്നും പറഞ്ഞിട്ടില്ല. ബോബി അച്ഛൻ കുറച്ചു മുമ്പ് സൂചിപ്പിച്ചു, ഫ്രാൻസിസിൻ്റെ ജീവിതത്തിൽ ആദ്യത്തെ 20-22 വർഷക്കാലം എല്ലാ അർത്ഥത്തിലും ലൗകികനായ ഒരു വ്യക്തിയായിട്ട് ജീവിച്ച ആളാണ്. അസീസിയിലെ പ്രഭുകുമാരൻ എന്നാണ് ഫ്രാൻസിസ് അറിയപ്പെട്ടിരുന്നത്. സമ്പന്ന കുടുംബത്തിൽ ജനിച്ച ആളാണ്. സമ്പന്നനായ വ്യവസായിയുടെ മകനാണ്. കച്ചവടക്കാരൻ്റെ മകനായിരുന്നു. ഒരു വലിയ സംഘം യുവാക്കളെ നയിച്ച് മുമ്പിൽ മാടമ്പിയായി നടന്ന വ്യക്തിയാണ് ഫ്രാൻസിസ്. എല്ലാ ലൗകിക സുഖങ്ങളും അനുഭവിച്ചിരുന്നു ആദ്യത്തെ 20-22 വർഷക്കാലം. 1182 മുതലുള്ള 20-25 വർഷക്കാലം ഫ്രാൻസിസ് ലോകത്തിൽ ജീവിച്ചത് ലോകമെന്തെന്ന് മനസ്സിലാക്കാതെയാണ്. പക്ഷെ നമുക്കറിയാം, അച്ഛൻ സൂചിപ്പിച്ചതുപോലെ അവൻ്റെ ഉള്ളിലൊരു തീപ്പൊരി ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവൻ്റെ തുണിക്കടയിൽ ഭിക്ഷയ്ക്ക് വരുന്ന ഒരു ഭിക്ഷക്കാരന് തിരക്കിനിടയിൽ ഭിക്ഷ നൽകാൻ മറന്നുപോയ ഫ്രാൻസിസ് പിന്നീട് ഓർത്ത് നടുങ്ങി ആ പണവുമായി ആ ഭിക്ഷക്കാരനെ അന്വേഷിച്ച് തെരുവിലൂടെ ഓടുന്നത്. അതവൻ ലൗകികനായി ജീവിച്ചിരുന്ന കാലത്തുള്ള സംഭവമാണ്. അതിനുശേഷം അവന് അസീസിയുടെ മതിൽക്കെട്ടിന് പുറത്ത് വെച്ച് അവന് കിട്ടുന്ന ഒരു ദർശനമുണ്ട്. ഇടിഞ്ഞു പൊളഞ്ഞ വിശുദ്ധ ദമനിയാസിൻ്റെ ഇടിഞ്ഞു പൊളിഞ്ഞ ഒരു ദേവാലയത്തിൽ വെച്ച് അവന് കിട്ടുന്ന ഒരു ദർശനമാണ് ഫ്രാൻസിസിൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വഴിത്തിരിവെന്ന് അദ്ദേഹത്തിൻ്റെ ചരിത്രകാരന്മാർ പറയുന്നുണ്ട്. നീ എൻ്റെ തകർന്ന ദേവാലയം പുതുക്കി പണിയുക. ഫ്രാൻസിസ്, നീ എൻ്റെ തകർന്ന ദേവാലയം പുതുക്കി പണിയുക. ഫ്രാൻസിസിന് അതിൻ്റെ ഉത്തരം വളരെ എളുപ്പമായിരുന്നു, പരിഹാരം വളരെ എളുപ്പമായിരുന്നു. കാരണം ഫ്രാൻസിസ് ധനികനായ ഒരു അപ്പൻ്റെ ധനികനായ മകനാണ്. അസീസിയിലെ യുവരാജാവ് എന്നുള്ള പട്ടം അവനുണ്ട്. അവൻ്റെ വസ്ത്രവ്യാപാര സ്ഥാപനത്തിലെ ജോലിക്ക് ശേഷം വലിയ പാർട്ടികളും വലിയ ഘോഷയാത്രകളുമായി അവൻ അസീസിൽ നിറഞ്ഞു നിന്നവനാണ്. നാളത്തെ മാടമ്പി അല്ലെങ്കിൽ നൈറ്റ് എന്നറിയപ്പെട്ടവനാണ്. യുദ്ധങ്ങളിൽ പങ്കെടുക്കുമെന്ന് എൻ്റെ പിതാവ് സ്വപ്നം കണ്ടതാണ്. യുദ്ധങ്ങളിൽ പങ്കെടുത്ത് വിജയിച്ച് വലിയ യുവരാജാവായി അവൻ അസീസിലേക്ക് തിരിച്ചു വരുന്നതും അതിൻ്റെ മഹത്വം തനിക്ക് കൂടി കിട്ടുമെന്ന് മോഹിച്ച പിതാവ് പീറ്റർ ബെർണദോനുണ്ട്. അവനെ എല്ലാ തരത്തിലും പ്രോത്സാഹിപ്പിച്ചിരുന്ന പിതാവ്. അങ്ങനെ ജീവിച്ചിരുന്ന ഫ്രാൻസിസിനാണ് ഒരു പ്രാർത്ഥനാ വേളയിൽ അവന് എൻ്റെ തകർന്ന ആലയം പുതുക്കി പണിയുക എന്നുള്ള ദർശനം കിട്ടുന്നത്. അവൻ പെട്ടെന്ന് ചെയ്തെന്താണ്, വസ്ത്രസ്ഥാപനത്തിൽ പോയി അവിടെ കണ്ട കുറേ വസ്ത്രങ്ങളെല്ലാം എടുത്ത് വിറ്റ് പണം അവിടുത്തെ ആ പള്ളിയിലെ അച്ഛനെ കൊണ്ട് ഏൽപ്പിക്കുകയാണ്. ഒരു വിഷനോട് അല്ലെങ്കിൽ അവന് ഉണ്ടായ ഒരു വെളിപാടിനോട് ആ കുട്ടി പ്രതികരിച്ച രീതി. പക്ഷേ ബുദ്ധിമാനായ വൈദികൻ ആ പണം സ്വീകരിക്കുന്നില്ല എന്നൊക്കെ ചരിത്രത്തിൽ പറയുന്നുണ്ട്. പിന്നീട് പിതാവ് അവനെ അന്വേഷിച്ച് ആ പണം തിരിച്ചെടുക്കുന്നതിന് വേണ്ടി അവനെയും വലിച്ചിഴച്ച് മെത്രാൻ്റെ അരമനയിൽ പോയ കാര്യങ്ങളൊക്കെ ബോബി അച്ഛൻ നിങ്ങളോട് സംസാരിച്ചു. അവിടെ വെച്ചാണ് അവൻ രണ്ടാം ജന്മത്തിലേക്ക്, ആത്മാവിൽ അവൻ വീണ്ടും ജനിക്കുന്നത് ആ മെത്രാസന മന്ദിരത്തിൽ വെച്ചാണെന്ന് പറയാം. അവൻ്റെ ശരീരത്തിലേക്ക് നോക്കിയ അവിടെ കൂടിയിരുന്ന ജനാവലി കണ്ടതെന്താണെന്ന് അച്ഛൻ പറഞ്ഞു. ഇപ്പോൾ ജനിച്ചു വീണ ഒരു കുട്ടിയെ അലിവോടെയാണ് അവരവനെ കണ്ടത്. ആർദ്രതയോടെ സ്നേഹത്തോടെയാണ് അവരെല്ലാം ഫ്രാൻസിസിൻ്റെ ശരീരത്തിലേക്ക് നോക്കിയത്. അവിടെ അവൻ വീണ്ടും ജനിച്ചു. ആത്മാവിൽ വീണ്ടും ജനിക്കുക എന്നുള്ള അവൻ്റെ ഗുരുവിൻ്റെ വാക്കുകൾ യഥാർത്ഥത്തിൽ അവന് സംഭവിക്കുന്നത് അവിടെ വെച്ചാണ്. തുടക്കം അവിടെ വെച്ചാണ്. ഫ്രാൻസിസ് അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നുണ്ട്. പിന്നീട് അവൻ ഒരിക്കലും അവൻ പണം കൊടുത്ത് പള്ളി പുതുക്കി പണിയാമെന്ന് മോഹിച്ചിട്ടില്ല. അവൻ ഭിക്ഷ യാചിക്കുന്നുണ്ട്, കല്ലുകൾക്ക് വേണ്ടി ഭിക്ഷ യാചിക്കുന്നുണ്ട്, മലമുകളിൽ നിന്ന് കല്ലുകൾ ഉരുട്ടിക്കൊണ്ടുവരുന്നുണ്ട്. അങ്ങനെ അവൻ ദേവാലയം പണിയുന്നൊക്കെ അവൻ്റെ ചരിത്രത്തിലുണ്ട്. പക്ഷേ നമുക്കറിയാം, ഫ്രാൻസിസിൻ്റെ വിളി ആ ദേവാലയം പുതുക്കി പണിയുവാനായിരുന്നില്ല. അത് ഒരു സിമ്പൽ മാത്രമായിരുന്നു എന്ന് ഫ്രാൻസിസ് പിന്നീട് മനസ്സിലാക്കുന്നുണ്ട്. മധ്യകാലഘട്ടത്തിലെ സഭയെക്കുറിച്ചും യൂറോപ്പിനെക്കുറിച്ചും മധ്യകാലഘട്ടത്തിൽ ഈ ലോകത്തെക്കുറിച്ചും നമുക്കറിയാം. ഇരുണ്ട കാലഘട്ടം എന്ന് വിളിക്കുന്ന കാലഘട്ടമാണ് ഇരുണ്ട കാലഘട്ടം. ഏകദേശം 900 AD മുതലുള്ള കാലഘട്ടം, 1400 വരെ അല്ലെങ്കിൽ 1500 വരെ. സഭാചരിത്രമൊക്കെ വായിക്കുന്നവർ ഞെട്ടിപ്പോവും. ചരിത്രം വായിക്കുന്നവർ തന്നെ ഞെട്ടും. സഭാചരിത്രവും പേപ്പസിയും ഒക്കെ വായിക്കുന്നവർ ഞെട്ടിപ്പോകും നമ്മുടെ ആ കാലഘട്ടത്തിലെ സഭയുടെ ചരിത്രമൊക്കെ വായിച്ചാൽ.
ആ സഭയിലേക്കാണ് ഇടിഞ്ഞു പൊളിഞ്ഞ ദേവാലയം പുതുക്കിപ്പണിയാനുള്ള നിയോഗവുമായി 25 അല്ലെങ്കിൽ 24 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനല്ല, ഒരു കുട്ടി, ലോകപരിചയം ഒന്നുമില്ലാത്തൊരു കുട്ടി ഇറങ്ങി പുറപ്പെടുന്നത്. അവന് ഒന്നും കൂടെ ഉണ്ടായിരുന്നില്ല എന്ന് ചരിത്രം സാക്ഷിക്കുന്നുണ്ട്. ഒന്നും ഉണ്ടായിരുന്നില്ല. അവൻ നിസ്വരായ കുറച്ച് സുഹൃത്തുക്കൾ മുക്കുവരെയും ഗണികകളെയും ചുങ്കം പിരിക്കുന്നവരെയും സമൂഹത്തിൻ്റെ പുറമ്പോക്കിൽ അനാഥരായി ഉപേക്ഷിക്കപ്പെടുന്നവരെയും ഒക്കെ കൂടെ കൂട്ടി ആകർഷകമായി ഒന്നുമില്ലാത്തൊരു സംഘത്തോടൊപ്പം നിരന്തര സഞ്ചാരങ്ങൾ നടത്തിയ ഒരാളാണ് അവൻ്റെ ഗുരു. അതുകൊണ്ട് അവൻ കൂടെ കൂട്ടിയ വ്യക്തികളും അങ്ങനെയായിരുന്നു. ഒരു ചെറു സംഘത്തോടൊപ്പമാണ് ഫ്രാൻസിസ് സഹോദരൻ എന്നുള്ള എളിയ സഹോദരരുടെ സഭ സ്ഥാപിക്കുന്നതൊക്കെ പിന്നീട് നടക്കുന്ന സംഭവങ്ങളാണ്. അതിനോട് സഭയും മാർപ്പാപ്പയും മെത്രാനുമൊക്കെ അനുകൂലമായി പ്രതികരിക്കുന്നതും എല്ലായിടത്തും അവൻ ദൈവത്തിൻ്റെ കരം ദർശിക്കുന്നതുമൊക്കെ പിന്നീട് ഫ്രാൻസിസിൻ്റെ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഫ്രാൻസിസിൻ്റെ തിരഞ്ഞെടുപ്പ് അപകടകരമായിരുന്നു എന്ന് നമുക്ക് പറയാം. ഒരു പക്ഷേ യേശുവിൻ്റെ അനുയായികളായി, ക്രിസ്തു എന്നുള്ള വാക്ക് നേക്കാൾ യേശു എന്ന് തന്നെ പറയുന്നതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. യേശുവിൻ്റെ അനുയായികളായി ആ പാത പിന്തുടർന്ന വ്യക്തികളിൽ ഏറ്റവും അപകടകരമായ തിരഞ്ഞെടുപ്പ് നടത്തിയവരാണ് എല്ലാവരും തന്നെ. പക്ഷെ അതിൽ ഏറ്റവും അപകടകരമായ തിരഞ്ഞെടുപ്പ് നടത്തിയൊരു വ്യക്തിയാണ് അസീസിയിലെ ഫ്രാൻസിസ്. കാരണം ഈ ലോകത്തിലുള്ളവരെല്ലാം, ഈ ലോകത്തിലെ സർവ്വചരാചരങ്ങളും, ജീവനുള്ളതും ഇല്ലാത്തതുമായ സർവ്വചരാചരങ്ങളും തൻ്റെ സഹോദരനാണ് സഹോദരിയാണ് എന്നുള്ള അറിവിനോളം വലിയ അപകടമില്ല. ഒരിക്കലും പിന്തിരിഞ്ഞ് പോകാൻ പറ്റാത്ത, പിന്നോട്ട് തുറക്കാത്ത ഒരു വാതിൽ കോട്ടയിലേക്ക് അവൻ്റെ ഗുരുവിനോടൊപ്പം അവൻ നടന്നു കയറിയത് അവിടെ വെച്ചാണ്. അസീസിയിലെ അവൻ്റെ അവസാനമില്ലാത്ത അലച്ചിലുകൾക്കിടയിൽ വെച്ചാണ്. ആ കോട്ടയിലേക്ക് നടന്നു കയറിയ ആരും പിന്നീട് അതുപോലെ പുറത്തേക്ക് തിരിച്ചിറങ്ങിയിട്ടില്ല. കാരണം തൻ്റെ ജീവിതവും ഒരുപക്ഷെ ജീവൻ പോലും പകരമായി ആവശ്യപ്പെടുന്ന ഒരു പന്തയമാണ്. അവന് പിന്നീട് അവൻ്റേതായ ജീവിതമില്ല, ഒരാൾക്കുമില്ല. അത് തിരഞ്ഞെടുക്കുന്ന നമുക്ക് ആർക്കുമില്ല. തിരഞ്ഞെടുക്കാനുള്ള അപകടകരമായ ധൈര്യം കാട്ടുന്ന ആർക്കും പിന്നീട് അങ്ങനെ ഒരു ജീവിതമില്ല. അങ്ങനെ നടന്നു കയറിയ ഫ്രാൻസിസിനെയാണ് പിന്നീട് ചരിത്രം കണ്ടത്. അവന് സാഹോദര്യം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സഹോദരൻ ഉറുമ്പിനെയും ഉരകങ്ങളെയും സഹോദരൻ എന്ന് പേര് ചേർത്ത് വിളിക്കുന്നത്, സഹോദരൻ കള്ള എന്ന് മോഷ്ടാവിനെ വിളിക്കുന്നത്, അസീസിയെ വിറപ്പിച്ചിരുന്ന ഒരു ചെന്നായുടെ കഥ ഫ്രാൻസിസിൻ്റെ ചരിത്രത്തോടൊപ്പം ചേർത്ത് വയ്ക്കപ്പെട്ടിട്ടുണ്ട്. ഒരു ചെന്നായ, ആ ചെന്നായുടെ അടുത്തേക്ക് സുബാസിയോ മലനിരകളിലാണെന്ന് തോന്നുന്നു, ചെന്നായെ കാണുവാനായി പോകുന്ന ഫ്രാൻസിസ് ഉണ്ട്. ഫ്രാൻസിസിനെ തടഞ്ഞു നിർത്താൻ ശ്രമിക്കുന്ന ആൾക്കാരുണ്ട്, അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളും ശിഷ്യന്മാരുമൊക്കെ. ഫ്രാൻസിസ് അവിടെ ചെന്നായുമായി ദീർഘ സംഭാഷണത്തിൽ ഏർപ്പെടുന്നത് ഫ്രാൻസിസിൻ്റെ ചരിത്രകാരന്മാർ കോറിയിട്ടിട്ടുണ്ട്. അവൻ ചെന്നായെ അഭിസംബോധന ചെയ്തത് സഹോദരൻ ചെന്നായ എന്നാണ്. എനിക്ക് തോന്നുന്നു അസീസിയുടെ പ്രാന്തപ്രദേശങ്ങളിൽ എവിടെയോ സഹോദരൻ ചെന്നായുടെ പള്ളി ഇന്നുമുണ്ട് എന്നെനിക്ക് തോന്നുന്നു. തീർച്ചയായും ഒരിക്കൽ അസീസിയിൽ പോകുമെന്ന് പ്രതിജ്ഞ ചെയ്തിട്ടുള്ള ആളാണ് ഞാൻ. എവിടെയോ നമുക്ക് ഒരുപാട് വിശുദ്ധന്മാരുടെ പള്ളികളുണ്ട്, വിശുദ്ധകളുടെ പള്ളികളുണ്ട്. പക്ഷേ ഒരു ചെന്നായുടെ പള്ളി അസീസിയിൽ മാത്രമേ ഉണ്ടാവുള്ളൂ, സഹോദരൻ ചെന്നായുടെ പള്ളി. അവിടെ നമ്മൾ സാധാരണ അർത്ഥത്തിൽ മനസ്സിലാക്കുന്ന പള്ളി ആയിരിക്കില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. ആ പള്ളി ഇന്നും അവിടെയുണ്ട്. ഫ്രാൻസിസ് കൈകൊണ്ട് കല്ലുകൾ കൊണ്ട് പണിത പോർസെങ്കിലായിലെ ഇടിഞ്ഞു പൊളിഞ്ഞ ദമനിയോസിൻ്റെ പള്ളി അവിടെയുണ്ട്. ഫ്രാൻസിസിൻ്റെ കാലടികൾ പതിഞ്ഞ ഓരോ ഭൂമിയും ഓരോ ഭൂമിയുടെ തുണ്ടും അസീസിയിൽ ഇന്നും ഫ്രാൻസിസിനെ പറ്റി സംസാരിക്കുന്നുണ്ട്. അസീസിയുടെ തെരുവിലൂടെ ഭിക്ഷക്കാരനായി നടന്ന ആളാണ്. എല്ലാവരും അവജ്ഞയോടെ നോക്കപ്പെട്ട ആളാണ്. എല്ലാവരും അവനെ ഓടിച്ചു വിട്ടിരുന്നു. കുഷ്ഠരോഗികളോട് അടുത്തിടപഴകി കുഷ്ഠരോഗികളുടെ മുറിവുകൾ ചുംബിച്ച്, അത് യേശുവിൻ്റെ മുറിവിൽ ചുംബിക്കുകയാണെന്ന് സങ്കല്പിച്ചുകൊണ്ട് ചുംബിച്ച് രോഗികളോടുള്ള ഒരു കാലഘട്ടത്തിൻ്റെ മനോഭാവത്തെ മുഴുവൻ മാറ്റി എഴുതിയ ആളാണ്. മോഷ്ടാക്കളോടുള്ള മനോഭാവത്തെ മാറ്റി എഴുതിയ ആളാണ്. പ്രകൃതിയോടുള്ള മനോഭാവത്തെ മാറ്റി എഴുതിയ ആളാണ്. ഫ്രാൻസിസിനെ ചുറ്റിപ്പറ്റി ഒരുപാട് അത്ഭുതങ്ങളുണ്ട്. പക്ഷേ അത്ഭുതങ്ങളിലൊന്നും അഭിരമിക്കാത്ത ഒരു ഗുരുവിൻ്റെ അനുയായിയാണവൻ. ബൈബിളിൽ ഒരുപാട് അത്ഭുതങ്ങളെപ്പറ്റി പറയുന്നുണ്ട്. പക്ഷേ നമുക്കറിയാം യേശു അത്ഭുതങ്ങളിലൊന്നും അഭിരമിച്ചിട്ടില്ല. പല അത്ഭുതങ്ങൾക്ക് ശേഷവും യേശു പറഞ്ഞത് നീ ഇതാരോടും പറയരുതെന്നാണ്. അത്ഭുതങ്ങളുടെ ഫലം അനുഭവിച്ച വ്യക്തികളോട് പറഞ്ഞത് നീ ഇതാരോടും പറയരുത്. ചിലയിടങ്ങളിൽ മാത്രമാണ് നീ നിന്നെ തന്നെ കാണിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞു. അതിന് ആത്മീയമായ ചില അർത്ഥവ്യത്യാസങ്ങളുണ്ടായിരുന്നു ഈ രണ്ട് സാഹചര്യത്തിലും.
അത്തരമൊരു ഗുരുവിൻ്റെ അനുയായിയാണ് ഫ്രാൻസിസ്. ഫ്രാൻസിസിൻ്റെ അത്ഭുതങ്ങളെപ്പറ്റി ഫ്രാൻസിസ് അറിഞ്ഞിരുന്നു പോലുമില്ല എന്ന് ചരിത്രം പറയുന്നുണ്ട്. അവസാന സമയങ്ങളിൽ അൽവേർണോ മലയുടെ മുകളിൽ ഗുഹയിലിരുന്ന് ഫ്രാൻസിസ് പൂർണ്ണമായും ധ്യാനത്തിൽ മുഴുകിയ ഒരു ദീർഘമായിട്ടുള്ള കാലഘട്ടമുണ്ട്. സഹോദരൻ ലിയോ, ഫ്രാൻസിസിൻ്റെ സന്തത സഹചാരിയായിരുന്ന ലിയോ പറയുന്നുണ്ട്, പല പ്രാർത്ഥനകൾക്കിടയിലും ഫ്രാൻസിസ് ഭൂമിയുടെ പ്രതലത്തിൽ നിന്നും ഉയർന്നു പോകുമായിരുന്നു. അനേകം മീറ്ററുകളോളം ഉയരത്തിലേക്ക് ഫ്രാൻസിസ് സ്വയം ഉയർന്നു പോയിരുന്നു. അന്തരീക്ഷത്തിൽ വെച്ച് പ്രാർത്ഥന തുടരുമായിരുന്നു. പ്രാർത്ഥനയുടെ അവസാനം ഫ്രാൻസിസ് സാവധാനം താഴേക്ക് വന്ന് യഥാസ്ഥാനത്ത് തിരിച്ചിരിക്കുമായിരുന്നു. അവനെ നോക്കിയവർ സാക്ഷ്യപ്പെടുത്തിയതാണ്, അവനെ നോക്കിയവർ. പക്ഷേ ഫ്രാൻസിസ് ഇത്തരം അത്ഭുതങ്ങളൊന്നും അറിഞ്ഞിരുന്നില്ല. അറിഞ്ഞ അത്ഭുതങ്ങൾ പലതും അവൻ സഹോദരന്മാരിൽ നിന്ന് മറച്ചു വെച്ചിരുന്നു. അതുകൊണ്ട് അവൻ്റെ ഏകാന്ത ധ്യാനങ്ങളിൽ അവൻ്റെ സഹോദരന്മാർക്ക് പോലും അവൻ്റെ ശിഷ്യന്മാർക്ക് പോലും പ്രവേശനം ഉണ്ടായിരുന്നില്ല. കാരണം ലോകം ആഘോഷിക്കുന്ന അത്ഭുത പ്രവൃത്തികളിൽ അഭിരമിച്ച വ്യക്തിയല്ല ഫ്രാൻസിസ്. കാരണം അവൻ്റെ ഗുരുവും അങ്ങനെയായിരുന്നു. ഇത്തരമൊരു തിരഞ്ഞെടുപ്പിനേക്കാൾ അപകടകരമായിട്ടുള്ളത് എന്താണുള്ളത്? യേശുവിൻ്റെ ജീവിതത്തിൽ പറയുന്നുണ്ട്, അവന് ഏതൊരു വിദ്യുത് സദസ്സിലും ഉയർന്ന സ്ഥാനങ്ങൾ കൈവരിക്കാൻ കഴിയുമായിരുന്നു. അന്നത്തെ റാബിമാരങ്ങനെയായിരുന്നു. അവർക്ക് ഏറ്റവും ഒന്നാമത്തെ ഇരിപ്പിടവും ഏറ്റവും ഉയർന്ന സ്ഥാനവും ലഭിക്കുമായിരുന്നു. തച്ചൻ്റെ മകനല്ലേ എന്ന് അവൻ്റെ കാലം അവനെ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും 12-ാം വയസ്സിൽ ദേവാലയത്തിലെ ഉപാധ്യായന്മാരോട് തർക്കം പറഞ്ഞ് അവരെ അത്ഭുതപ്പെടുത്തിയ കുട്ടിയാണ് അവൻ. അവൻ്റെ സ്വരം മുഴങ്ങി കേൾക്കാത്ത ഒരു കടൽ തീരങ്ങളും യൂദയായിലോ ജെറുസലേമിലോ ഉണ്ടായിരുന്നില്ല. ഒരു വീടുകളിലും വിരുന്നിന് വിളിക്കപ്പെട്ട ഒരു വീടുകളിലും അവൻ്റെ ശബ്ദത്തിനപ്പുറം മറ്റു ശബ്ദങ്ങൾ മുഴങ്ങിക്കേട്ടിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഉയർന്ന സ്ഥാനവും ഉയർന്ന ഇരിപ്പിടവും അവന് എളുപ്പമായിരുന്നു. പക്ഷേ എല്ലാത്തിനോടും കലഹിച്ചാണ് അവൻ അതിനെയെല്ലാം തള്ളിക്കളഞ്ഞത്. തന്നെ തേടിയെത്തുന്ന മഹത്വത്തിൻ്റെ ഒരു ചിഹ്നങ്ങളും അവൻ സ്വീകരിച്ചിട്ടില്ല, ഒരു ചിഹ്നങ്ങളും. അത്ഭുതം പ്രവർത്തിക്കാനായിട്ട് ആവശ്യപ്പെടുന്ന ഹെറോദേസിനെ പറ്റി മൗനം കൊണ്ട് മാത്രമാണ് മറുപടി പറഞ്ഞത്. ഒന്നും പറഞ്ഞിട്ടില്ല, ഒരത്ഭുതം അവൻ്റെ മുമ്പിൽ പ്രകടിപ്പിച്ചിട്ടില്ല, കാണിച്ചിട്ടില്ല. അങ്ങനെ സ്വയം മഹത്വപ്പെടാനുള്ള ഒരവസരങ്ങളും യേശു ഉപയോഗിച്ചിട്ടില്ല. അതിനെ നിഷ്കരുണം അതിനെ തള്ളിക്കളയുകയാണ് ചെയ്തത്. കാരണം ബോബി അച്ഛൻ സൂചിപ്പിച്ച പോലെ അവൻ പ്രപഞ്ചത്തിൻ്റെ ഏതോ കോണിലുള്ള, അല്ലെങ്കിൽ പ്രപഞ്ചത്തിൽ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന അവൻ്റെ അപ്പനുണ്ട്. അപ്പനെ അമ്മയെന്ന് കൂടി നമുക്ക് പരാവർത്തനം ചെയ്യാമെന്ന് തോന്നുന്നു. കാരണം യേശുവിൻ്റെ വിരുന്നുകളിലൊക്കെ അച്ഛനൊക്കെ പലവട്ടം എഴുതി ഞാനും വായിച്ചിട്ടുണ്ട്. ഭക്ഷണം എടുത്ത് കൊടുക്കുന്നതും ഒക്കെ ഒരമ്മയെ പോലെയാണ്. നമ്മുടെ സാധാരണ അമ്മയെ പറ്റിയുള്ള സങ്കല്പങ്ങൾക്ക് യോജിക്കുന്ന രീതിയിലാണ് അവൻ്റെ പ്രവർത്തനമെല്ലാം. പറയുമ്പോൾ അവൻ അപ്പനെ പറ്റിയാണെങ്കിലും അതുപോലെയാണ് ഫ്രാൻസിസും. ഒരു അത്ഭുതങ്ങളും ഒരു മഹത്വവും അവൻ സ്വീകരിച്ചിട്ടില്ല. മഹത്വം കിട്ടിയ അവസരങ്ങളിലെല്ലാം അതിന് പരിഹാരം ചെയ്തിട്ടുണ്ട്. ഏതെങ്കിലും ഒരു വിരുന്നുശാലയിൽ പ്രമുഖ സ്ഥാനത്ത് നിന്ന് ഭക്ഷണം കഴിച്ചതിന് ശേഷം അവൻ പിന്നീട് പോയിട്ട് അതിന് പരിഹാരം ചെയ്യുന്നത് പട്ടിണി കിടന്നും ആരുടെയെങ്കിലും ഉച്ഛിഷ്ടം കഴിച്ചും അല്ലെങ്കിൽ വിരുന്നുശാലയിലേക്ക് ഭിക്ഷയച്ച് കിട്ടിയ ഭക്ഷണവുമായി പോയി ആ ഭിക്ഷാപാത്രം തുറന്ന് വിരുന്നുശാലയിൽ വെച്ച് കഴിക്കുന്നതുമൊക്കെ ഫ്രാൻസിസിൻ്റെ ചരിത്രത്തിലുണ്ട്, എഴുതപ്പെട്ട ചരിത്രങ്ങളുണ്ട്. പ്രകൃതിയോടും ഭൂമിയോടും സഹോദരങ്ങളോടും ഒരുമിച്ച് ചേർന്ന് ജീവിച്ച ഇതിനേക്കാൾ വലിയൊരു വ്യക്തി നമ്മുടെ ചരിത്രത്തിൽ നമുക്ക് കണ്ടെത്താൻ പ്രയാസമാണ്. ഫ്രാൻസിസിൻ്റെ ദൈവശാസ്ത്രം വളരെ ലളിതമാണെന്ന് ഞാൻ പറഞ്ഞു. ഭാരതീയ ചിന്തകളിലൊക്കെ അത് അങ്ങനെയാണ്. എല്ലാം ഈശ്വരൻ്റെ അംശമാണ് എന്ന്, എല്ലാറ്റിലും ഈശ്വരാംശമുണ്ടെന്ന്, ചരാചര വസ്തുക്കളിലെല്ലാം ഈശ്വരാംശമുണ്ടെന്ന് മനസ്സിലാക്കുന്നതോടുകൂടി നമുക്ക് ബഹുമാനത്തോടെയും ആദരവോടെയും ആരാധനയോടെയും അല്ലാതെ നമുക്കൊന്നിനെയും നോക്കാനാവില്ല. നമ്മുടെ സഹോദരങ്ങളെ, നമ്മുടെ സമീപസ്ഥരെ, നമ്മൾ നടന്നു പോകുന്ന വഴികളെ, അവിടെ കാണുന്ന വസ്തുക്കളെ, ജീവികളെ എല്ലാം. ആ സാഹോദര്യമാണ് ഇന്ന് പ്രകൃതിയെ സംരക്ഷിക്കുന്നതിന് അല്ലെങ്കിൽ ഭൂമിയെ സംരക്ഷിക്കുന്നതിന് നമ്മുടെ മുമ്പിലുള്ള ഏക ഉത്തരം. നമുക്കിതൊരു ചർച്ചാ ക്ലാസ്സിൽ വെച്ച് പറഞ്ഞതുകൊണ്ട് കാര്യമില്ലെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. നമുക്കെല്ലാവർക്കും അറിയാം. കാരണം എത്രയോ ചർച്ചകൾ കഴിഞ്ഞ വിഷയമാണിത്. ചർച്ചകളെല്ലാം ഏതെങ്കിലും ഒരു കാര്യത്തിലേക്ക് ഒതുങ്ങിപ്പോവും. കാരണം നമുക്ക് നഷ്ടപ്പെടാൻ പലതും ഉള്ളവരാണ്. കാർബൺ ബഹിർഗമനം എന്ന് പറയുന്നത് നമ്മുടെ വികസനത്തിൻ്റെ ഒരു റൈഡറായിട്ടാണ് നമ്മൾ എടുക്കുന്നത്. വികസനത്തിൻ്റെ സൂചികയാണത്.
നമ്മുടെ കാർബൺ ബഹിർഗമനം കൂടുമ്പോൾ അത് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരു പട്ടിണി രാജ്യത്തിൻ്റെ കാർബൺ ബഹിർഗമനത്തിൻ്റെ കുറവ് വില കൊടുത്ത് വാങ്ങുന്നവരാണ് നമ്മുടെ വികസിത രാജ്യങ്ങളിലുള്ളവർ. അത്തരം ഗിമ്മിക്കുകളിലൊന്നും നമുക്ക് നമ്മുടെ ഭൂമിയെ രക്ഷിക്കാനാവില്ല. അല്ലെങ്കിൽ തന്നെ ഭൂമിയെ നമ്മൾ എന്ത് രക്ഷിക്കാനാണ്? ഭൂമിയെ രക്ഷിക്കുക എന്നുള്ള ചിന്ത പോലും അബദ്ധമാണ്. ആ ചിന്ത പോലും അബദ്ധമാണ്. ഭൂമിയെ നമുക്ക് രക്ഷിക്കാനാവില്ല, പ്രകൃതിയെ നമുക്ക് രക്ഷിക്കാനാവില്ല. കാരണം നാം ആരാണ്? നാം മുമ്പ് പറഞ്ഞതുപോലെ ഈ മഹാപ്രപഞ്ചത്തിലെ ഒരു 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 പൊട്ട് മാത്രമുള്ള ഈ ഭൂമിയിലെ ഒരു മനുഷ്യൻ, അല്ലെങ്കിൽ കുറേ മനുഷ്യർ, കുറേ രാജ്യങ്ങൾ. ഭൂമിയെ രക്ഷിക്കാൻ നമുക്കാവില്ല. നമുക്കാകെ ചെയ്യാവുന്നത്, നീ എന്നെപ്പറ്റി ഓർത്ത് കരയേണ്ട, നിന്നെയും നിൻ്റെ മക്കളെയും ഓർത്ത് കരയുക എന്ന് പറഞ്ഞ ബൈബിൾ വചനം ഓർമ്മിക്കാം. നമുക്ക് നമ്മെപ്പറ്റി ഓർത്ത് കരയാം, നമ്മുടെ മക്കളെപ്പറ്റി ഓർത്ത് കരയാം, നമ്മുടെ തലമുറകളെപ്പറ്റി ഓർത്ത് കരയാം. അല്ലാതെ ഭൂമിയെപ്പറ്റി ഓർത്ത് കരഞ്ഞിട്ട് ഒരു കാര്യമില്ല. അതൊരു നാട്യം മാത്രമാണ്. ഭൂമി സേന അല്ലെങ്കിൽ ഭൂമിയെ സംരക്ഷിക്കാനുള്ള ഗ്രൂപ്പുകൾ, ക്ലബ്ബുകൾ, നമുക്ക് അതൊരു നാട്യം മാത്രമാണ് ഉള്ളിൽ. അല്ലെങ്കിൽ നാട്യമെന്ന് ഞാൻ പറയുന്നില്ല, നമ്മുടെ കുറ്റബോധത്തെ കഴുകിക്കളയാനുള്ള ഒരു കുമ്പസാരക്കൂട് മാത്രമാണ് അത്തരം പ്രവർത്തനങ്ങൾ. അതുകൊണ്ട് നമ്മളാരും ഭൂമിയെയും പ്രകൃതിയെയും രക്ഷിക്കാൻ പോകുന്നില്ല. ഓരോ വ്യക്തിയും വ്യക്തിതലത്തിൽ മാറാതെ, അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾക്ക് പരിഹാരം കണ്ടുപിടിക്കാതെ, സാഹോദര്യമെന്ന അടിസ്ഥാന ആത്മീയ ആശയത്തിലേക്ക് വരാതെ നമുക്കൊരിക്കലും ഭൂമിയുടെയോ പ്രകൃതിയുടെയോ ആസന്ന മരണത്തിന് നമുക്ക് പരിഹാരം കണ്ടെത്താനാവില്ല. ഇതാണ് വസ്തുത. ഈ വസ്തുത അംഗീകരിക്കാതെ നമ്മൾ ഇന്ന് കാണുന്ന പരിസ്ഥിതി പ്രശ്നങ്ങൾക്കോ ഇനിയും നമ്മൾ കാണാനിരിക്കുന്ന ഒരുപാട് പരിസ്ഥിതി ദുരന്തങ്ങൾക്കോ നമുക്ക് പരിഹാരമുണ്ടാക്കാനാവില്ല. നാം കാണാനിരിക്കുന്നതേ ഉള്ളൂ, തീർച്ചയായിട്ടും. കാരണം കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഇതൊക്കെ ഒരു അക്കാഡമിക് വിഷയങ്ങളായിരുന്നു. ചർച്ചാ ക്ലാസ്സുകളിലും സിലബസുകളിലും ഒക്കെ ചർച്ച ചെയ്യപ്പെട്ട വിഷയങ്ങളാണ് കാർബൺ ബഹിർഗമനവും ആഗോളതാപനവും ഒക്കെ. ഇന്നത് നമ്മുടെ മുമ്പിലുണ്ട്, നമ്മുടെ കൂടെയുണ്ട്, നമ്മുടെ മുറികളിലുണ്ട്. അത്യുഷ്ണമായിട്ടും അതിശൈത്യമായിട്ടും മഹാപ്രളയമായിട്ടും മഹാമാരികളായിട്ടും നമ്മളോടൊപ്പമുണ്ട്. അതുകൊണ്ട് നമ്മൾ ഇനിയും അനേകം ഇത്തരം പ്രതിസന്ധികളിലൂടെ നമ്മൾ കടന്നു പോകേണ്ടതുണ്ട്. അതിന് എളുപ്പവഴിയിൽ ഇപ്പോൾ പരിഹാരങ്ങളൊന്നുമില്ല, ഒന്നുമുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. ഒന്നുകിൽ നമുക്ക് ഈ പ്രപഞ്ചത്തിന്, ഈ ഭൂമിക്ക്, ഈ പ്രകൃതിക്ക് അതിൻ്റെ നിയോഗങ്ങൾക്ക് നമുക്ക് നമ്മെ വിട്ടുകൊടുത്ത് നമ്മുടെ ഇന്ന് ജീവിക്കുന്ന അവസ്ഥയിൽ നമുക്ക് ജീവിക്കാം. അല്ലെങ്കിൽ ഈ സാഹോദര്യത്തിൻ്റെ, ഭൂമി മുഴുവൻ നിറയുന്ന, പ്രപഞ്ചം മുഴുവൻ നിറയുന്ന സാഹോദര്യത്തിൻ്റെ പുതിയൊരു തത്വശാസ്ത്രം ഇവിടെ ഉണ്ടാവണം. അസാധ്യമെന്ന് നമുക്ക് തോന്നും. കാരണം അസാധ്യമെന്ന് തോന്നാൻ കാരണം നമ്മൾ അനുഭവിക്കുന്ന ദുരന്തങ്ങളുടെ സ്കെയിൽ അത്രയും വലുതാണ്, നമ്മളെ കാത്തിരിക്കുന്ന പ്രശ്നങ്ങളുടെ സ്കെയിൽ അത്രയും വലുതാണ്, നമ്മൾ അത്രയേറെ നിസ്സാരരുമാണ്. അതുകൊണ്ട് അസാധ്യമെന്ന് നമുക്ക് തോന്നാം. പക്ഷേ ഇരുട്ട് നിറഞ്ഞ മധ്യകാലഘട്ടം എന്ന് പറയുന്ന 1180 മുതൽ 1226 വരെ ജീവിച്ചിരുന്ന, 44 വയസ്സ് വരെ മാത്രം ജീവിച്ചിരുന്ന ഒരു കൊച്ചു മനുഷ്യൻ, സ്വന്തമായിട്ടൊന്നുമുണ്ട്, ആകർഷകമായി ഒന്നുമില്ലാതിരുന്നൊരു മനുഷ്യൻ, ഒരു ഭൂമിയുടെ അല്ലെങ്കിൽ ലോകത്തിൻ്റെ, യൂറോപ്പിൻ്റെ, ഇറ്റലിയുടെ, അസീസിയുടെ ഒക്കെ ചരിത്രം മാറ്റി എഴുതിയെങ്കിൽ, ആത്മീയതയെ തൊട്ടുണർത്തി അതിൻ്റെ ചരിത്രം മാറ്റി എഴുതിയെങ്കിൽ, ഇരുട്ടിൽ നിന്ന് പ്രകാശത്തിലേക്ക് ആ കൊച്ചു മനുഷ്യനെ നയിക്കാൻ കഴിഞ്ഞുവെങ്കിൽ ഈ ലോകത്തിൽ അസാധ്യമായിട്ടൊന്നുമുണ്ടെന്ന് നമുക്ക് കരുതാനാവില്ല. അതുകൊണ്ട് തന്നെ സാധ്യമല്ല, അസാധ്യമെന്ന് നമ്മൾ തള്ളിക്കളയുന്നതൊക്കെ നാളെ നമ്മുടെ മുമ്പിൽ സാധ്യതകളായി തെളിഞ്ഞു വരാം. പക്ഷേ നമുക്ക് നോക്കാൻ ചില പച്ചത്തുരുത്തുകൾ നമുക്ക് ആവശ്യമുണ്ട്. അല്ലെങ്കിൽ ആ തുരുത്തുകളായി നമ്മൾ ഓരോരുത്തരും മാറേണ്ടതുണ്ട്. എനിക്ക് തോന്നുന്നു നമ്മുടെ വലിപ്പം അറിയണമെങ്കിൽ ഏതെങ്കിലും ഒരു ദിവസം നല്ല തെളിഞ്ഞ നിലാവുള്ള ഒരു രാത്രിയിൽ നമ്മുടെ വീടിൻ്റെ മുറ്റത്തോ അല്ലെങ്കിൽ ഒരു മൈതാനത്തോ കടൽ തീരത്തോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ശ്മശാനത്തിലോ ഏകാന്തമായി ആകാശം നോക്കി നമ്മളൊന്ന് കിടക്കണം. കുറേ നേരം ആകാശത്തിലേക്ക് കണ്ണ് തുറന്ന് കിടക്കണം. ആകാശ കാഴ്ചകളിലേക്ക് നമ്മുടെ ഉൾക്കണ്ണ് തുറക്കണം. പുറംകണ്ണ് മാത്രമല്ല, ഉൾക്കണ്ണ് തുറക്കണം. അവിടെ സംഭവിക്കുന്ന ഓരോ നിമിഷാർത്ഥത്തിൽ അവിടെ സംഭവിക്കുന്ന കോസ്മിക് മാറ്റങ്ങളെപ്പറ്റി നമ്മൾ ധ്യാനിക്കണം. ഈ പ്രപഞ്ചത്തിൻ്റെ നമ്മൾ കാണാത്ത അടരുകളിൽ സംഭവിക്കുന്ന മാറ്റങ്ങൾ, ഓരോ നിമിഷവും പ്രപഞ്ചം പുനർനിർമ്മിക്കപ്പെടുന്നുണ്ട്, ഓരോ നിമിഷവും. അതുകൊണ്ട് തന്നെ നമ്മുടെ നിലപാടുകളെ പറ്റിയുള്ള നമ്മുടെ കാർക്കശ്യമൊക്കെ വെറും ഹാസ്യമാണ്. നിലപാടുകൾ, യേശുവിനെ പറ്റി കുറ്റം പറഞ്ഞിട്ടുണ്ട് പലരും, നിലപാടുകൾ മാറ്റി പറയുന്ന ആളാണ്. ഫ്രാൻസിസിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്, ഇന്ന് പറയുന്നതല്ല നാളെ പറയുന്നത്. ഗാന്ധിജിയെ പറ്റി ഇന്ന് കേൾക്കുന്ന ഏറ്റവും വലിയ വിമർശനം ഗാന്ധിജിക്ക് നിലപാടുകളിൽ ഇല്ല എന്നാണ്.
ഓരോ നിമിഷവും മാറുന്ന, ഓരോ നിമിഷവും പുനർനിർമ്മിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ പ്രപഞ്ചത്തിൽ നമ്മുടെ നിലപാടുകളെന്ന് പറയുന്നത്, നമ്മുടെ മാറാത്ത നിലപാടുകളെന്ന് പറയുന്നത് വെറും ഹാസ്യമല്ലേ? വെറും ഹാസ്യമാണ്. കാരണം നമ്മൾ അത്രയേ ഉള്ളൂ. അതറിയണമെങ്കിൽ നമ്മൾ പ്രപഞ്ചത്തിലേക്ക് നമ്മൾ കണ്ണ് തുറക്കേണ്ടതുണ്ട്. ആകാശത്തിലേക്ക് നോക്കിയാൽ മതി, നക്ഷത്രങ്ങളെ കണ്ടാൽ മതി. ഈ ബ്രഹ്മാണ്ടത്തിൽ സംഭവിക്കുന്ന മാറ്റങ്ങൾ, പുതിയ ഗോളങ്ങൾ ഉണ്ടാവുന്നു, ഉള്ളവ മരിച്ചു പോകുന്നു, മരിച്ചുപോയ നക്ഷത്രങ്ങളെ നമ്മൾ കാണുന്നു. എത്രയോ കോടി വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചുപോയ നക്ഷത്രങ്ങളെ നമ്മുടെ കണ്ണുകൊണ്ട് നമ്മൾ കാണുന്നു. അനേകം നക്ഷത്രക്കൂട്ടങ്ങളെ ഒരുമിച്ച് വലിച്ചെടുക്കാൻ പറ്റിയ തമോഗർത്തങ്ങൾ രൂപപ്പെടുന്നു. അത് ഈ ഭൂമിയോളം വന്ന് നമ്മുടെ ഭൂമിയിലേക്ക് ചില പ്രകമ്പനങ്ങൾ നമുക്ക് തരുന്നു. നമ്മളെവിടെയാണെന്നപ്പോൾ നമുക്ക് മനസ്സിലാവും. നമ്മുടെ വലിപ്പം എത്രയാണെന്ന് നമുക്ക് മനസ്സിലാവും. അല്ലെങ്കിൽ ഈ ഭൂമിയിലേക്ക് അല്പസമയം നമ്മൾ കാതോർത്ത് കിടന്നാൽ മതി. പ്രപഞ്ചത്തിൻ്റെ അനന്തസ്ഥലികളിൽ സംഭവിക്കുന്ന മാറ്റങ്ങളൊന്നും നമ്മൾ ധ്യാനിക്കണ്ട. ഭൂമിയിലേക്ക് ചെവി ചേർത്ത് കിടക്കണം. എത്ര വർഷങ്ങൾ, ആയിരക്കണക്കിന് വർഷങ്ങൾ നമ്മുടെ ഭൂമിയിൽ ജീവിച്ച് മരിച്ചുപോയ നമ്മുടെ പൂർവികരുണ്ട്. മുമ്പ് നമ്മൾ പറഞ്ഞതുപോലെ അനേകം ജീവിവർഗങ്ങൾ, മനുഷ്യർ, നിയാണ്ടർതാലുകൾ, ഹോമോ ഹാബിലിസുകൾ, ആധുനിക മനുഷ്യൻ്റെ രൂപങ്ങൾ, ഇവരൊക്കെ നമ്മുടെ മണ്ണിനടിയിലുണ്ട്. അവർ ജീവിച്ചു തീർത്ത ജീവിതങ്ങളുണ്ട്, അവരനുഭവിച്ച ഹർഷങ്ങളുണ്ട്, അവരനുഭവിച്ച വേദനകളുണ്ട്, അവരനുഭവിച്ചു തീർത്ത ദുരന്തങ്ങളുണ്ട്. അവരുടെ തേങ്ങലുകൾ നമ്മുടെ ചെവിയിൽ നമുക്ക് കേൾക്കാം. നമ്മുടെ ചെവിയും ഹൃദയവും തുറന്നു വെച്ച് പ്രപഞ്ച സ്പന്ദനങ്ങളോടൊപ്പം നമ്മുടെ ഹൃദയ സ്പന്ദനം കൂടി ചേർത്ത് വയ്ക്കുമ്പം അത്രയേ ഉള്ളൂ നമ്മൾ. നമുക്ക് നമ്മുടെ നിലപാടുകളൊന്നും ഒന്നുമല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ നിലപാടുകളില്ലാത്ത ആളാണ് ഫ്രാൻസിസ് എന്ന് പലപ്പോഴും വിമർശിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും ഫ്രാൻസിസാണ് യഥാർത്ഥ നിലപാടുകളുടെ മനുഷ്യനെന്ന് ചരിത്രം നമ്മെ വീണ്ടും ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ സാധാരണ പറയാറുണ്ട്, അഭിപ്രായം ഇരുമ്പ് ദണ്ടല്ല എന്ന് പറയാറുണ്ട്. അഭിപ്രായം ഇരുമ്പ് ദണ്ടല്ല. ഫ്രാൻസിസിന് ഒരേ ഒരു തത്വശാസ്ത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അത് സ്നേഹമാണ്. ഒരേ ഒരു ദൈവശാസ്ത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അത് സ്നേഹമാണ്. അത് സാഹോദര്യ ഭാവത്തിൽ നിന്നും ഉരുത്തിരിഞ്ഞു വന്ന സ്നേഹമാണ്. സ്നേഹത്തിൻ്റെ രാജദ്രാവകത്തിൽ അലിഞ്ഞ് ചേരാത്ത അല്ലെങ്കിൽ ഉരുകിത്തീരാത്ത ഒരു ലോഹദണ്ഡും നമ്മുടെ പ്രപഞ്ചത്തിൻ്റെ പണിശാലയിൽ ഇന്നോളം ആരും വാർത്തെടുത്തിട്ടില്ല. അതറിയണം. ആ ഒരു പ്രകാശം നമ്മുടെ മനസ്സിൽ തോന്നുമ്പോൾ ഈ സ്നേഹത്തിൻ്റെ യഥാർത്ഥ ആൽക്കമിയും നമുക്ക് പിടികിട്ടും. അത് പിടികിട്ടിയ ആളാണ് ഫ്രാൻസിസ്. കാരണം അവൻ പിൻചെന്ന് നടന്നിരുന്നത് മുഴുവനും ആ നസ്രായനായ ഗുരുവിനെയാണ്. അത് അത്രത്തോളം ആഴത്തിൽ മനസ്സിലാക്കിയ മറ്റൊരു വ്യക്തിയും പ്രപഞ്ചത്തിലില്ല. ദ ചോസൺ എന്ന് പറയുന്ന ഒരു ഇംഗ്ലീഷ് സീരീസ് ഉണ്ട്. നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടാവുമെന്ന് എനിക്കറിയാം. ഒരു ഇംഗ്ലീഷ് സീരീസ് കാണാൻ താല്പര്യമുള്ളവരൊന്ന് കാണുന്നത് നല്ലതാണ്. ഒരു സീസൺ നെറ്റ്ഫ്ലിക്സിലുണ്ട്. ബാക്കി നിങ്ങൾക്ക് ആപ്പ് വഴിയൊക്കെ ഡൗൺലോഡ് ചെയ്തൊക്കെ കിട്ടാവുന്നതാണ്. അതിനകത്തൊരു കാഴ്ചയുണ്ട്. യേശുവിൻ്റെ ഇങ്ങനെ യാത്രകൾ, ബൈബിളിനോട് ഏറ്റവും ചേർന്ന് നിൽക്കുന്ന യേശു ജീവിതത്തിൻ്റെ ആവിഷ്കാരമാണ് ചോസൺ. അദ്ദേഹം ഇങ്ങനെ നടക്കുന്നുണ്ട്. യേശു ഇങ്ങനെ നടക്കുമ്പം, ശിഷ്യന്മാരോടൊപ്പം ഇങ്ങനെ നടക്കുമ്പം കാണുന്നൊരു കാഴ്ച, ഒരു വഴിയരികിൽ ഒരു തെരുവിൻ്റെ സമീപമാണ്. അവിടെ 3 വ്യക്തികളെ കുരിശിൽ തറച്ച് തൂക്കിയിട്ടിരിക്കുന്നു. 3 കുരിശുകൾ. യേശു നടന്നു പോകുമ്പോൾ വഴിക്ക് കാണുന്ന കാഴ്ചയാണ്. ഏതോ കുറ്റത്തിന്, കാരണം യേശുവിൻ്റെ കാലം കുരിശുമരണങ്ങൾ വിധിക്കുന്ന കാലമായിരുന്നു. യേശു തന്നെ കുരിശ് നിർമ്മിക്കുന്ന ആളെന്ന് യൂദാസ് അദ്ദേഹത്തെ കുറ്റപ്പെടുത്തുന്നതായിട്ട് യേശുവിൻ്റെ അന്ത്യപ്രലോഭനത്തിലൊക്കെ പറയുന്നുണ്ട്. നീ കുരിശുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് എപ്പോഴും. എന്തിനാണ് കുരിശുണ്ടാക്കുന്നത്? യഹൂദ ജനത്തിന് വേണ്ടി സംസാരിക്കുകയും വിപ്ലവം ഉണ്ടാക്കുകയും ചെയ്യുന്നവരെ കുരിശിലേറ്റുന്ന സാധനമാണ് കുരിശ്. നീ ചെയ്യുന്നത് അതാണ് എന്ന് കുറ്റപ്പെടുത്തുന്നുണ്ട്. അത് പോട്ടെ. യേശു ഇങ്ങനെ നടന്നു പോകുമ്പോൾ തെരുവിന് സമീപത്തെ കുരിശുകളിൽ മനുഷ്യർ, 3 എൻ്റെ ഓർമ്മ, മനുഷ്യരിങ്ങനെ തൂക്കിയിട്ടിരിക്കുന്നു. ആ ഒരു കുരിശിലേക്ക് നോക്കുന്ന ഒരു യേശുവിൻ്റെ ചിത്രമുണ്ട്. നടുക്കത്തോടുകൂടി അല്ലാണ്ട് അത് കാണാൻ നമുക്ക് പറ്റില്ല. അവൻ അറിഞ്ഞിരുന്നില്ല അവൻ്റെ അവസാനം അല്ലെങ്കിൽ അവൻ്റെ അന്ത്യം ഇതുവരെ ഒരു കുരിശിലാണെന്ന് അവൻ അറിഞ്ഞിരുന്നു. ആ കുരിശിന് മുമ്പിൽ നിർനിമേഷനായി ഒരു നിമിഷം നോക്കി നിന്നിട്ടാണ് യേശു നടക്കുന്നത്. ആ സീരീസിൽ കണ്ടതിൽ വ്യക്തിപരമായി പറഞ്ഞാൽ ഏറ്റവും അധികം ഉലച്ചു കളഞ്ഞൊരു ഒരു കാഴ്ചയാണത്. കുരിശിലേക്ക് നോക്കി ഒരു നിമിഷം നിന്നിട്ട് നടന്നു പോകുന്ന യേശു. അത്തരമൊരു യേശുവിനെയാണ് ഫ്രാൻസിസ് പിന്തുടർന്നത്, അപകടകരമായി പിന്തുടർന്നത്. നമുക്കൊന്നും പറ്റാത്തത് അതുകൊണ്ടാണ്. ആ അപകടം സ്വീകരിക്കാൻ, അപകടത്തിലേക്ക് ചാടാൻ നമ്മൾ തയ്യാറല്ലാത്തത് കൊണ്ടാണ് നമുക്കതിനെ പിന്തുടരാൻ പറ്റാത്തത്. നമ്മളതുകൊണ്ട് ചില
ഒതുക്കത്തിലുള്ള ആചാരങ്ങളിലും വിശ്വാസങ്ങളിലും ഒക്കെ നമ്മളതിനെ ഒതുക്കിക്കളയും. യഥാർത്ഥ നന്മ അതിൽ നിന്ന് ചോർന്നു പോവുകയും ചെയ്യും. നമ്മൾ ചിലപ്പോൾ അത് കാണില്ല. ഫ്രാൻസിസ് ഒരു ലോകത്തെ മുഴുവൻ മാറ്റിയ ആളാണ്, സാഹോദര്യവും സ്നേഹവും എന്നുള്ള 2 വാക്കുകൾ കൊണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നും ലോകത്തിൽ അസാധ്യമായിട്ടൊന്നുമില്ല എന്ന് നമുക്കറിയാം. ഒരു ഫ്രാൻസിസ് ഉണ്ടെങ്കിൽ യൂറോപ്പിനെ മുഴുവൻ മാറ്റാനാവുമെങ്കിൽ, ഇരുണ്ട യൂറോപ്പിനെ മാറ്റാനാവുമെങ്കിൽ, ഇരുണ്ട ഒരു കാലഘട്ടത്തെ മാറ്റാനാവുമെങ്കിൽ, ഈ ലോകത്തെ ഇന്ന് രക്ഷിക്കാൻ അസാധ്യമായിട്ട് ഒന്നുമില്ല. ഇതാണ് ഫ്രാൻസിസിൻ്റെ പ്രപഞ്ച ദർശനം, പാരിസ്ഥിതിക ദർശനം. ഇതിനപ്പുറത്തേക്ക് പറയാനുള്ള ഒന്നും ഫ്രാൻസിസിന് ഇല്ല. കാരണം ഫ്രാൻസിസിന് ഇതിനെയൊന്നും അത്ഭുതമായോ പഠനശാഖയായോ അക്കാഡമിക് വിഷയമായോ കണ്ടിട്ടേ ഇല്ല. ഫ്രാൻസിസ് അങ്ങനെയൊന്നും കണ്ടിട്ടേ ഇല്ല. അത്ഭുതങ്ങളൊന്നും ഫ്രാൻസിസിന് അത്ഭുതങ്ങളായിട്ട് തോന്നിയിട്ടില്ല. അദ്ദേഹം പ്രവർത്തിച്ച വിഡ്ഢിതങ്ങളുണ്ട്. വിഡ്ഢിതങ്ങൾ ഘോഷയാത്രയുടെ ഉണ്ട് ഫ്രാൻസിസിൻ്റെ ജീവിതത്തിൽ. നമ്മുടെ കണ്ണുകൾ കണ്ട് നോക്കുമ്പോൾ ഭോഷനായ ദൈവത്തിൻ്റെ ഭോഷൻ എന്നൊരു വിശേഷണം കൂടി ഫ്രാൻസിസിനുണ്ട്. പക്ഷേ അത്തരം ഭോഷത്വങ്ങളും വിഡ്ഢിതങ്ങളും കൊണ്ട് ലോകത്തെ സ്നേഹിച്ച് ലോകത്തെ മാറ്റിയ, യൂറോപ്പിനെ മാറ്റിയ ആ ഫ്രാൻസിസ് മുന്നോട്ട് വെച്ച പ്രപഞ്ച ദർശനം, പാരിസ്ഥിതിക ദർശനം, അതിലേക്ക് മാനസാന്തരപ്പെടുകയല്ലാതെ നമ്മുടെ മുമ്പിൽ മറ്റ് മാർഗങ്ങളൊന്നും ഇല്ല എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് വീണ്ടും നമുക്ക് ആ പ്രപഞ്ച രഹസ്യങ്ങളിലേക്ക് ഒന്ന് കണ്ണു തുറന്ന്, ഭൂമിയിലേക്ക് ഒന്ന് കാതു ചേർത്ത്, നമ്മൾ ആരാണെന്ന് ഒന്ന് തിരിച്ചറിഞ്ഞ് ആ മനസ്താപത്തിലേക്ക്, പാരിസ്ഥിതിക മാനസാന്തരത്തിലേക്ക് തിരിച്ചു പോകാനുള്ള ഒരു മാനസികാവസ്ഥയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം, കാത്തിരിക്കാം. ഇത്ര സമയം എന്നെ കേട്ട എല്ലാവർക്കും ഒത്തിരി നന്ദി. ബോബി അച്ഛന് പ്രത്യേകം നന്ദി. അച്ഛൻ സ്നേഹത്തെപ്പറ്റി ഇങ്ങനെ നിരന്തരം ഞങ്ങളോട് സംസാരിക്കുന്നതിന്, നിരന്തരം എഴുതിക്കൊണ്ടിരിക്കുന്നതിന്, ഞങ്ങളെ ഓർമ്മിപ്പിക്കുന്നതിന് അച്ഛനോട് ഒരുപാട് നന്ദി. എല്ലാവർക്കും നന്ദി. നമസ്കാരം. താങ്ക് യു.